ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷനുള്ള അതാണല്ലോ അർജുൻ എക്സൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റോള് ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് കമ്പനീസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ആൻഡ് വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ ഇനീഷ്യൽ ഡേയ്സ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് റൈറ്റ് നൗ? ഇതൊരു വളരെ ഫ്ലൂയിഡ് റോളാണ്. കാരണം ഓപ്പറേഷൻസ് പറയുമ്പോൾ അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ബാക്കി സോഫ്റ്റ്വെയറും പ്രോഡക്റ്റും സെയിൽസും എല്ലാം കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം. ഓക്കെ, അതെ, അവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ വരുന്നൊക്കെ കൂടുതലും ഓപ്പറേഷണൽ ആൾക്കാരാണ്. സോ വി ട്രൈ ടു ബ്രിങ് ഇൻ മോർ റിയാലിറ്റി ഫോളോയിങ് ദാറ്റ് വിഷൻ, റൈറ്റ്? പക്ഷെ അവിടെ ഒരു ഡ്രീമർ ഉണ്ടാവണം ഹൂ ഇസ് സെപ്പറേറ്റ് ഫ്രം ഓപ്പറേഷൻസ്, ഹൂ ഇസ് നോട്ട് ഷാക്കിൾഡ് ബൈ operations. Yes, നല്ല കോമ്പിനേഷൻ ആക്ച്വലി. When did you realize that CareStack could become a large company, a large outcome ആവുന്നത്? Maybe not on day one, I think. Like, maybe no, we still haven't realized it. Diplomatic answer. Come on. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ്, ഇപ്പോൾ നാളെ ഞാനിപ്പോൾ ഒരു സിഇഒനെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് കണ്ടെത്താണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റിന് വേണം നോക്കണം ഇൻ ഓർഡർ ടു ഗെയിൻ കൈൻഡ് ഓഫ് someone like you? ഐ തിങ്ക് സം സ്കിൽ സെറ്റ് ഉണ്ടല്ലോ, എന്തായാലും ഒരു അനലിറ്റിക്കൽ / ന്യൂമറിക്കൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഓക്കെ, കുഡ് യു ലൈക്ക് ടെൽ ടു ദ ക്യാമറ ടു ഇൻവൈറ്റ് അബി ടു KPH podcast? No, Abhi, you should definitely come to KPH podcast. Yeah. Okay, Abhi, you have a seat here. Okay, come. Hi all, welcome to another KPH podcast. നമ്മളിപ്പോൾ ഉള്ളത് അർജുനാണ്. അർജുൻ CareStack എന്ന് പറഞ്ഞ കമ്പനീൻ്റെ CEO ആണ്, ഫൗണ്ടിങ് ടീം മെമ്പർ കൂടിയാണ്, പിന്നെ ഡ്രോപ്പൗട്ടും കൂടിയാണ്. CareStackനെ പറ്റി പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഉള്ള ബിൽഡ് ചെയ്തിട്ട് US ഡെൻ്റൽ ഇൻഡസ്ട്രി, അതും എക്സ്ട്രീംലി ടഫായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ ലീഡിങ് പ്ലെയറാണ് CareStack. അപ്പോൾ അതിൻ്റെ CEO ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ എങ്ങനെ അത് ബിൽഡ് ഔട്ട് ചെയ്തു, ഏർലി ഡേയ്സ് എങ്ങനെയാണ് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തിട്ട് US സെല് ചെയ്യുന്നത്, ഒപ്പം തന്നെ എങ്ങനെ ടീം ബിൽഡ് ചെയ്യും, ഓപ്പറേഷൻസ്, പല കാര്യങ്ങളും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് ഈ കോൺവെർസേഷൻ. വെൽക്കം അർജുൻ ടു KPH podcast. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാൻഡാകോഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവരുടെ പ്രൊഡക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് എക്സ്ട്രീം ട്രാക്ഷനാണ് ലാസ്റ്റ് 1 year പോയിട്ടുള്ളത്. ഇവരുടെ കമ്പനി 10x ഗ്രോത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് GTM ടീം മൊത്തം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിൽസ്, SDR, ഗ്രോത്ത് മാർക്കറ്റിംഗ്, ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്നിങ്ങനെയുള്ള ഗ്രോത്ത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോളുകളിലേക്ക് ഇവർ നേരിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. മൊഹീമി എൻ്റെ ഫൗണ്ടർ തന്നെയാണ്, ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കമ്പനി എക്സ്ട്രീം ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ ടീമാണ്, ആ ടീമിൽ ഭാഗമാകാൻ പറ്റുകയാണെങ്കിൽ ഹ്യൂമൻസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെയുള്ള പല കമ്പനീസ് നേരിട്ട് KPH തന്നെ ഹയർ ചെയ്യാറുണ്ട്. ഇവരുടെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ചെക്ക് ദം ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ. താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഈ ഒരു CareStackന്റെ കറന്റ് സ്റ്റേറ്റസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇൻ ടേംസ് ഓഫ് സൈസ് ഓഫ് ദ ടീം മെമ്പേഴ്സ്? ഓർ സോ നമ്മൾ CareStack സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 വി ഹാഡ് ഗുഡ് ജേർണി. ഇപ്പോൾ 10 years ആയി. കാരണം ഇറ്റ്സ് എ വെരി ഹാർഡ് മാർക്കറ്റ് ടു ക്രാക്ക്, റൈറ്റ്? US ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ. സോ ഇപ്പോൾ ഓവർ 1,000 people, മോസ്റ്റ്ലി ഇൻ ട്രിവാൻഡ്രം. ഇപ്പോൾ ട്രിവാൻഡ്രം, കൊച്ചി രണ്ടിടത്തും ഓഫീസസ് ഉണ്ട്. വി ഹാവ് സ്മോൾ ടീംസ് ഇൻ ബാംഗ്ലൂർ, ബട്ട് ലാർജ്ലി ഫോക്കസ്ഡ് ഇൻ ട്രിവാൻഡ്രം. ആൻഡ് ദെൻ US, UK, ഓസ്ട്രേലിയ എല്ലായിടത്തും വി ഹാവ് ടീം മെമ്പേഴ്സ്. എല്ലാവരും കൂടെ ഒരു 1,000+ ആൾക്കാരുണ്ട്. 100 million റേസ് ചെയ്തിട്ടുണ്ട്. 100 million we crossed about $130 million in funding. Right, so so we have used that to get to the stage, and still we have a long way to go. അർജുൻ്റെ ജേർണി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ? ഓക്കെ, അത് വളരെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ വളരെ ട്വിസ്റ്റഡ് ജേർണി ആയിരുന്നു. ബിക്കോസ് I come from a tech background. I think I started coding when I was in 5th. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം കോഡ് ചെയ്യുന്ന ലാംഗ്വേജ് പേളാണ്. വൈ പേൾ എന്ന് വെച്ചാൽ അന്ന് ലൈബ്രറിയിൽ പേളിൻ്റെ ഒരു കോഡിംഗ് ബുക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ ബുക്ക് നോക്കി പേൾ പഠിച്ച കാലം ഉണ്ടായിരുന്നു, റൈറ്റ്? ബട്ട് me and my group of friends had thankfully more intelligent than me. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് അവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ടെക്കിൽ തന്നെ കരിയർ വേണം, ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഇടണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അന്ന് ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ടെക്നോളജി ബിൽഡ് ചെയ്യണം, എന്തെങ്കിലും ഇങ്ങനെ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യണം,
പൈസ ഉണ്ടാക്കണം. വളരെ സിമ്പിൾ എയിംസ് ആയിരുന്നു. സോ അപ്പം നമുക്കങ്ങനെ കമ്പനി ബിൽഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളായിരുന്നു നമ്മൾ. വി വെൻ ത്രൂ ദാറ്റ്. അത്യാവശ്യം റീസണബിളായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളെല്ലാവരും. നന്നായിട്ട് പോയി. എന്നിട്ട് ഞങ്ങൾ മനസ്സിലൊക്കെ ഒരു ടെക് വേൾഡിലോട്ട് വരണമെങ്കിൽ എൻജിനീയറിങ് ചെയ്യണം, ബിടെക് ചെയ്യണം. റൈറ്റ്. അപ്പോൾ ബിടെക് ചെയ്താൽ നമ്മൾ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞങ്ങൾ ആക്ച്വലി എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തത്. ഏത് കോളേജിലായിരുന്നു? ഞാൻ SET, KSRTC കോളേജ്, ട്രിവാൻഡ്രം. സോ ബിക്കോസ് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിൽക്കണമായിരുന്നു. അന്ന് ഞങ്ങൾ 12th പാസ്സായി കഴിഞ്ഞിട്ട് മീ ആൻഡ് മൈ ഫ്രണ്ട് ഞങ്ങൾ 12th കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഈ FOSS കമ്മ്യൂണിറ്റീസിലും ടെക് കമ്മ്യൂണിറ്റീസിലും വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ നിൽക്കണം ഈ പരിപാടികളെല്ലാം ചെയ്യാൻ. ഞങ്ങൾ ആ സമയത്ത് ടെക്നോ പാർക്കിലൊരു പോവായിരുന്നു. ഈവൻ ബിഫോർ ജോയിനിങ് കോളേജ് നമ്മളവിടെ ഒരു IC FOSS എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദേ ഹെൽപ്ഡ് അസ് ലേൺ ഹൗ ടു ബിൽഡ് പ്രോഡക്ട്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആ സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ നിൽക്കണം എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യലായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് SET കിട്ടി, വി ജോയിൻഡ്. അപ്പോൾ കയറുന്നത് ടെക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കും നമ്മൾ. ഇപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞ് വി വിൽ ഏബിൾ ടു ബിൽഡ് എ ലോട്ട് ഓഫ് ടെക്നോളജി, ഇങ്ങനെയുള്ള എയിംസിലൊക്കെയാണ് കയറുന്നത്. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തു. ദെൻ വാട്ട്സ് ഹാപ്പൻ നെക്സ്റ്റ്? സോ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഗൈൻ ആ സമയത്തും സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരിത് വരുന്നതേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, സർവീസസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എസ്പെഷ്യലി എനിക്ക്. അപ്പോൾ ഇതിനുള്ള പ്രോജക്ട്സും ഇതെല്ലാം റൺ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ സ്റ്റാർട്ടപ്പ് സർക്കിൾസ് എല്ലാം ബിൽഡായി വരുന്നത്. സ്റ്റാർട്ടപ്പ് വില്ലേജ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഇങ്ങനെ എനിക്ക് അന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇല്ല, എന്നാൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് സാധനം ബിൽഡായി വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റീനെ കണ്ടുപിടിച്ചു, ഒത്തിരി കണക്റ്റഡായി. സോ ആ സമയത്ത് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഞാൻ പ്ലസ് അന്ന് ആ സ്റ്റാർട്ടപ്പ് റൺ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേര്, ഓൾ ഓഫ് ദം ഓൾഡർ ദാൻ മീ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് അന്ന് ഡിസൈഡ് ക്വിക്ക് ഉള്ളതായിരുന്നു ആ സ്റ്റാർട്ടപ്പിൻ്റെ പേര്. എന്ത് പ്രോഡക്റ്റ്? സോ അത് പ്രോബ്ലി എ പ്രോഡക്റ്റ് ബിഫോർ ഇറ്റ്സ് ടൈം. ഒരു AI പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതിനോട് ചോദിക്കാം, ഷുഡ് ഐ ബൈ ഗാലക്സി ഓർ പിക്സൽ, ഓർ അതിനോട് ചോദിക്കാം വെക്കേഷൻ എവിടെ പോകണം, ഗോവയിൽ പോകണോ, പിന്നെ വേറെ എവിടെയെങ്കിലും പോകണോ. അപ്പോൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് വെച്ച് ഈ ചോയ്സസ് മനസ്സിലാക്കി ഇതിൻ്റെ പുറത്ത് സെൻറ്റിമെൻറ്റ് അനാലിസിസ് ചെയ്ത് ഇതിനകത്ത് പബ്ലിക് ഒപ്പീനിയൻ എന്താണ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ്, ഇറ്റ് ലോഗ്സ് ഇൻ ടു യുവർ സോഷ്യൽ മീഡിയ, നമ്മളുടെ ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് സ്കോർസ് തരും വിത്തിൻ 60 seconds. ഇതായിരുന്നു ഐഡിയ. പക്ഷേ അന്ന് നമ്മളുടെ ഈ മോഡൽസ് എല്ലാം വി ഹാവ് ടു ബിൽഡ് ഇറ്റ് കസ്റ്റം. വളരെ ബൂട്ട് സ്ട്രാപ്ഡ് ആയിരുന്നു. നമ്മുടെ എൻജിനീയറിംഗ് കേപ്പബിലിറ്റി വളരെ ലിമിറ്റഡ് ആയിരുന്നു. സോ അന്ന് നമുക്ക് ഇപ്പോൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒന്നും നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലായിരുന്നു. സോ ദാറ്റ് വാസ് എ മേജർ ചലഞ്ച്. അങ്ങനെ അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിം ടീം നമ്മൾ ചെയ്തു, ഓക്കെ ബൂട്ട് സ്ട്രാപ്ഡ് ആണ്, നമുക്ക് സർവീസസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം ആൻഡ് അത് വെച്ചിട്ട് ഫണ്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ നമ്മളൊരു സർവീസസ് കമ്പനിയും സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പ്രോഡക്റ്റിന് വേണ്ടി തുടങ്ങും, പിന്നെ പൈസ ഉണ്ടാവാണ്ടാവുമ്പോൾ സർവീസ് തുടങ്ങും. കറക്റ്റ്, അതേ സ്റ്റോറി. പക്ഷേ അവിടെ പ്രശ്നം പറ്റുന്ന അവിടെ പൈസ ഉണ്ടായി. സർവീസസിൽ വി ആക്ച്വലി മെയ്ഡ് മണി. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മളുടെ ലൈഫ് ഫുൾ അതിൽ ഫോക്കസ്ഡ് ആയി. അപ്പോൾ ഞങ്ങൾ പ്രോഡക്റ്റിനകത്തുള്ള ഫോക്കസ് പോയി. ആൻഡ് അന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ലേണിംഗ് ഇസ് ദാറ്റ് ഇഫ് യു ആർ ബിൽഡിങ് എ പ്രോഡക്റ്റ്, നമ്മൾ അതിനകത്ത് ഫുള്ളി ഇന്നായിരിക്കണം. ഈ 1 foot in the door നടക്കില്ല. ഫോക്കസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് വെൻ യു ആർ ബിൽഡിങ് എ പ്രോഡക്റ്റ്. ബിക്കോസ് ഇഫ് യു അതിനകത്ത് ഫുള്ളി നമ്മളില്ല, ഇതൊരു സൈഡ് സാധനമാണ്. ഈവൻ ഇഫ് നമ്മളിത് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളുടെ 100% ഫോക്കസ് അതിനകത്തില്ല എങ്കിൽ ഒരു പ്രോഡക്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സർവീസസ് എല്ലാം നന്നായിട്ട് പോയി, പക്ഷേ തിരിച്ച് ഇതിനകത്ത് പ്രൊഡക്റ്റിലോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഈ ടീമും 4 ജോഗ്രഫീസിലായിട്ട് 3 ജോഗ്രഫീസ്, ഒരാൾ സിംഗപ്പൂർ പോയി, ഒരാൾ UAE പോയി, ഞങ്ങൾ 2 പേര് ഇന്ത്യയിൽ നിൽക്കുന്നു. നിങ്ങളിപ്പോൾ കോളേജാണ്, പക്ഷേ സീനിയേഴ്സാണ് ബാക്കിയുള്ള. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കോളേജ് ഈ സെക്കൻഡ് സ്റ്റാർട്ടപ്പ് മുതൽ എല്ലാം വർക്ക് ചെയ്യുന്നത് എന്നെക്കാളും ഒരു 10 വർഷം 11 to 13 years എന്നെക്കാളും ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരാണ്.
എപ്പോഴും എൻ്റെ കോ ഫൗണ്ടേഴ്സും ഫൗണ്ടിങ് ടീം മെമ്പേഴ്സുമായിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ പിന്നെ അത് ഇൻട്രാക്ഷൻ വളരെ മിനിമലായിരുന്നു. കോളേജിൽ ഞാനൊരു വെളിച്ചപ്പാടായിരുന്നു, വളരെ റയർലി പോവും. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരുമ്പോഴത്തേക്കും കോളേജിൻ്റെ അറ്റൻഡൻസ് സിസ്റ്റം ബിൽഡ് ചെയ്തത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, ഞങ്ങൾ രണ്ടുപേരാണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഏർലി ഡേയ്സൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പോകുമ്പോഴത്തേക്കും എനിക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വളരെ എക്സാംസ് എഴുതാം, വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അറ്റൻഡൻസ് വേണം എന്നുള്ളൊരു ഭയങ്കര മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ കേരള യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ അത് ഈ 85% അറ്റൻഡൻസ് ഇവിടെ വി ഹാഡ്, ഞങ്ങൾക്ക് ആക്ച്വലി ടീം ഉണ്ടായിരുന്നു, ഇവിടെ ആക്ടിവിറ്റീസ് റണ്ണിങ് ആണ്. അപ്പോൾ ഫുൾ ടൈം കോളേജിൽ പോയി ഇരിക്കാനും പറ്റില്ല. അതൊരു ഇഷ്യൂ ആയി. അങ്ങനെ അവസാനം ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സോ കേരളത്തിലെ കോളേജിൽ അത് ഇല്ല, പക്ഷേ ഐ തിങ്ക് ബിറ്റ്സ് പോലത്തെ കോളേജിലൊക്കെ അറ്റൻഡൻസ് അത്ര മാൻഡേറ്ററി അല്ലല്ലോ. എനിക്ക് അറ്റൻഡൻസിൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള കോളേജസ് ഉണ്ട്. ഇവിടെ ഇവിടെ അറ്റ്ലീസ്റ്റ് ആ ടൈമിൽ ഈ അറ്റൻഡൻസ് റിക്വയർമെൻറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു, ടു പോയിന്റ് വേർ ഇറ്റ് ഡിഡ്ന്റ് മേക്ക് സെൻസ്. അപ്പോൾ പിന്നെ അവിടെ ഒരു സെമി ഗവൺമെൻറ് കോളേജാണ്, അവർ ഒരു പരിധിക്കപ്പുറം വിൽ നോട്ട് അലൗ ഫ്ലെക്സിബിലിറ്റി. പക്ഷേ അപ്പോൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ കോളേജ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല. കോളേജ് എഡ്യൂക്കേഷൻ അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ബോത്ത് ഇൻ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് അതിന് ചുറ്റും നമുക്ക് തരുന്ന ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അതിന് ചുറ്റും നമ്മൾ ലേൺ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു സമയം എനിക്കൊന്ന് ഇന്ന് തിങ്സ് ആർ മച്ച് ബെറ്റർ. ആ ഒരു സമയത്ത് എൻജിനീയറിങ്ങിൻ്റെ പ്രശ്നം വളരെ ബുക്കിഷാണ്. ഫോർ ഇൻസ്റ്റൻസ് ഞങ്ങൾ ബിൽഡ് ചെയ്ത അറ്റൻഡൻസ് സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റില്ല. റൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിൽഡ് ചെയ്ത കോഡ് വളരെ മോശം കോഡായിരുന്നു ലുക്കിംഗ് ബാക്ക്, ബിക്കോസ് വി വർ 18-19. അത്രയും നന്നായിട്ട് കോഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതൊരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഈവൻ അതുപോലും അവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലേണിംഗ് ഇല്ലായിരുന്നു. ഓൺ ദി അതർ സൈഡ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ലേണിംഗ്സ് ഇസ് ഓഫ് ദി റൂഫ്. റൈറ്റ്. അപ്പോൾ എക്സ്ട്രീം എമൗണ്ട് ഓഫ് അത് മിസ്റ്റേക്സ് വരുത്തിയും ഇഷ്ടംപോലെ ഇഷ്യൂസ് വന്നുമൊക്കെയാണല്ലോ നമ്മൾ ലേൺ ചെയ്യുന്നത്. ആ സമയത്ത് വി ഹാവ് കസ്റ്റമേഴ്സ്, ഒരു സർവീസസ് റൺ ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് റൺ ചെയ്യുന്നു. ഈ പോയിന്റിൽ ഇത് വളരെ ഇൻറ്റൻസ് ആയിരുന്നു. സോ ഇൻ മൈ മൈൻഡ് ഇറ്റ് മെയ്ഡ് സെൻസ്, ബിക്കോസ് ഇവിടെ ഹൈ എമൗണ്ട് ഓഫ് ലേണിംഗ് ഉണ്ട്, ആക്ച്വലി ഡൂയിങ് തിങ്സ്, വി ആർ മേക്കിംഗ് മണി. ബട്ട് ബിസൈഡ്സ് ദാറ്റ് പോയിന്റ് നമ്മളിവിടെ നിന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടത്. സോ ആ ഒരു ഇതിനകത്താണ് അത് കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ട്. നെക്സ്റ്റ് 2 years പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു സമയം 2016 ഞാൻ കോളേജ് കഴിയേണ്ടത്. 2014 എൻഡ് ആയപ്പോഴത്തേക്കും ബിക്കോസ് ഈ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്നില്ല, ഈ സർവീസസ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് രണ്ടും നിർത്തി. ആ സമയത്താണ് മ്യൂച്വൽ കോൺടാക്റ്റ് വഴി അബീനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അന്ന് തന്നെ ഉണ്ടായിരുന്ന കോ ഫൗണ്ടർ ജയസൂര്യനും ഞങ്ങൾ രണ്ടുപേരും അബീനെന്ന് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ സീരീസ് ഓഫ് കോൺവെർസേഷൻസ്. അപ്പോൾ ആ സമയം അബിയും കുറച്ച് കൺസൾട്ടിങ് ചെയ്യുന്ന ടൈമായിരുന്നു. അബിയും കൺസൾട്ടിങ്ങിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഹെൽത്ത് കെയറിൽ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഐഡിയാസിൽ നിൽക്കുന്ന സ്റ്റേജായിരുന്നു. വെരി ഏർലി സ്റ്റേജ് ആവും അല്ലേ? വെരി ഏർലി സ്റ്റേജ്. വി ഹാഡ് നോട്ട് ബിൽഡ് എ പ്രോഡക്റ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വി ഓൾ ജോയിൻഡ്. 2015 വി ഇൻകോർപ്പറേറ്റ് US കമ്പനി. അപ്പോൾ അന്ന് ഇന്ത്യയിൽ ഓൾറെഡി ഇവിടെ ഒരു കൺസൾട്ടിങ് കമ്പനി ഉണ്ട്. സോ വി റീപർപ്പസ് ദാറ്റ് ആൻഡ് ദെൻ വി കണ്ടിന്യൂഡ് ദ ജേർണി. അന്ന് വി വർ ബിൽഡിങ് എ പ്രോഡക്റ്റ് ഫോർ സ്ലീപ്പ് ആപ്നിയ. ഓക്കെ. ഡെൻറ്റിസ്ട്രിയിലല്ലായിരുന്നു. അപ്പോൾ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് മാർക്കറ്റിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം വൈ? ബിക്കോസ് വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി, ദാറ്റ്സ് ഓൾ. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു 1 to 2 years പിവട്ട് ചെയ്താണ് ഡെൻറ്റലിലോട്ട് വരുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ CareStackൻ്റെ ഇനീഷ്യൽ ജേർണി എത്തി. ആദ്യത്തെ 2-3 years ഫിഗറിങ് ഔട്ട് ആണ്. പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി ഫോർ ഡെൻറ്റൽ മാർക്കറ്റ്. ആ ഒരു ഇത് എത്തിയിട്ട് പിന്നെ എങ്ങനെയായിരുന്നു ജേർണി മൊത്തം? നമ്മൾ വിശ്വസിക്കുന്നത് എപ്പോഴും ആൻ ഓപ്പർച്യൂണിറ്റി ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം. റൈറ്റ്. അപ്പോൾ നമ്മൾ സ്ലീപ്പ് ആപ്നിയയിൽ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സ്പേസിൽ ഒരു അൺമെറ്റ് നീഡുണ്ട്, അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ വേണം എന്നുള്ളൊരു സാധനം അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ US ഡെൻറ്റിസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു ഡെൻറ്റൽ ആംഗിൾ ഉണ്ടായിരുന്നു. ആ സമയം നമ്മൾ മനസ്സിലാക്കുന്നു ഡെൻറ്റിസ്ട്രിയിൽ നമ്മൾ ഈ മെഡിക്കലിൽ കാണുന്ന പോലത്തെ അഡ്വാൻസ്മെൻ്റ് ഇല്ല. ഒരു ക്ലൗഡ് ബേസ്ഡ് അഡ്വാൻസ് ടെക്നോളജി സിസ്റ്റംസ് ഇല്ല. അവർ വളരെ ടെക്നോളജി സ്റ്റാർവ്ഡ് ആണ്. അവിടെ ലോട്ട് ഓഫ് പെയിൻ ഉണ്ട്. റൈറ്റ്.
ആൻഡ് ദ മാർക്കറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വാസ് മച്ച് മോർ ലാർജർ. അപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി വോണ്ട് അറ്റാക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. ബട്ട് അഗൈൻ വി ടോക്ക് അബൌട്ട് ഫോക്കസ്. ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഫോക്കസ് അതിനകത്ത് വേണം. അങ്ങനെ നമ്മൾ പഴയ സാധനം ഷട്ട് ഡൗൺ ചെയ്തു. നമ്മൾ ഈ ടെക്നോളജി ഡെൻറ്റിസ്ട്രിയിലേക്ക് ഡെൻറ്റിസ്ട്രിക്ക് വേണ്ടി ഒരു ടെക്നോളജി പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്കന്ന് ഓൾറെഡി ഒരു ഫസ്റ്റ് കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് കസ്റ്റമർ എങ്ങനെ ഓൺ ബോർഡ് ചെയ്തത്? സോ ഇതൊരു അബിയുടെ സ്പെസിഫിക് ഫിലോസഫിയാണ് വിച്ച് ഹാസ് സെർവ്ഡ് as വെൽ. കസ്റ്റമർ ഇല്ലാതെ വി വോണ്ട് റൈറ്റ് എ സിംഗിൾ ലൈൻ ഓഫ് കോഡ്. ഓക്കെ എപ്പോഴും ബാക്ക് ചെയ്യാനൊരു കസ്റ്റമർ വേണം, പ്രിഫറബിളി ഒരു സൈൻഡ് എഗ്രിമെൻറ്റും വേണം. ദാറ്റ് വി വിൽ ഗെറ്റ് ദ മണി ഓർ ദേ വിൽ യൂസ് ഇറ്റ്. അതില്ലാതെ നമ്മൾ ഇത് ബിൽഡ് ചെയ്യില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് ഒരു പൈലറ്റ് കസ്റ്റമർ ഉണ്ട്. ഓക്കെ, നമ്മൾ വാക്യത്തിലൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കം അല്ല അപ്പുറത്തെ ഒരു ഇൻവെസ്റ്റഡ് കസ്റ്റമർ ഉള്ളപ്പോൾ ബിൽഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ സമയത്ത് നമ്മൾ ഒരു പൈലറ്റ് കസ്റ്റമറെ സൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ഫ്ലോറിഡ. ദേ വർ എ ലാർജ് ഡെൻ്റൽ പ്രാക്ടീസ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓഫീസ് ഈ ഡെൻ്റൽ പ്രാക്ടീസിൻ്റെ കോൺഫറൻസ് റൂമായിരുന്നു. അപ്പോൾ വി പ്രാക്ടിക്കലി ലിവ് ദർ ഇൻ യു എസ്. അപ്പോൾ ഞങ്ങളുടെ ആ ടീം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ. അപ്പം ഞങ്ങളുടെ ടീമിന് ഫൗണ്ടേഴ്സ് മാത്രമല്ല, ഈ ഇനിഷ്യൽ ടീമിലെല്ലാവർക്കും ഡെൻറ്റിസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ എന്തൊക്കെയാണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ള ഒരു ഫുൾ ഐഡിയ കിട്ടും. സോ വി അണ്ടർസ്റ്റുഡ് ദ ബിസിനസ് ഡീപ്ലി. റൈറ്റ്, അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. ബി ക്ലോസർ ടു വെയർ കസ്റ്റമേഴ്സ് ആർ. അപ്പോൾ ആ ഒരു ബി വിത്തിൻ ദ കസ്റ്റമർ പ്രിഫറബിളി. റൈറ്റ്, യു ഷുഡ് നോ ദ ബിസിനസ് ആസ് മച്ച് ഇഫ് നോട്ട് ബെറ്റർ ദാൻ ദ കസ്റ്റമർ. സോ ആ കസ്റ്റമറിൽ നിന്നാണ് നമ്മൾ ഗ്രോ ചെയ്തത്. നമ്മൾ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തി പ്രൊഡക്റ്റിലും ഓപ്പറേഷൻസിലും എല്ലാം. പക്ഷേ നമ്മൾ സ്ലോലി അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തു, ലോഞ്ച് ദ പ്രോഡക്റ്റ്, ആൻഡ് ഒരു ലാർജർ സ്കെയിലിൽ നമ്മൾ US എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വി ഹാവ് മോർ ദാൻ 2000 ഡെൻ്റൽ ഓഫീസസ് യൂസിങ് CareStack. സോ നൗ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ഒന്നിൽ ഇൻഡസ്ട്രി കൂട്ടണം, അല്ലെങ്കിൽ ജോഗ്രഫീസ് കൂട്ടണം. പക്ഷേ ഇപ്പോൾ വെർട്ടിക്കൽ സാസിൻ്റെ ഒരു പ്രശ്നം അതാണ്, യു ആർ സ്റ്റേയിങ് ഇൻ ദാറ്റ് വെർട്ടിക്കൽ. റൈറ്റ്, അപ്പോൾ വാട്ട് വി ഡിസൈഡഡ് ഇസ് നമ്മൾ ഈ ഡെൻറ്റിസ്ട്രിയിൽ തന്നെ വിൽ ടേക്ക് ദ അതർ പാത്ത്. ഡെൻറ്റിസ്ട്രിയിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ CareStack ഒരു പ്രാക്ടീസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിൻ്റെ പുറത്ത് വി വിൽ ബിൽഡ് മോർ തിങ്സ്. പുതിയ ഓഫറിങ്സ് വിച്ച് creates value for the customer. Basically upsell ചെയ്യാൻ വേണ്ടി കസ്റ്റമർക്ക് തന്നെ more things to upsell to make the average revenue per customer. അതെ, പക്ഷേ അവിടുത്തെ ഇമ്പോർട്ടൻസ് ആണെന്ന് വെച്ചാൽ അത് അപ്സെൽ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ റവന്യൂ വരുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഓഫർ ചെയ്യുന്ന ന്യൂ പ്രോഡക്ട്സ് ഷുഡ് ബി ബെറ്റർ. റൈറ്റ്, അതിനകത്ത് അവിടെ ഒരു വാല്യൂ ജനറേഷൻ നടക്കണം. എന്ന് പറയും, ആ കസ്റ്റമറിനെ ഈ ഇക്കോസിസ്റ്റത്തിൽ തന്നെ നിർത്തണം, ഈ ഇക്കോസിസ്റ്റത്തിൽ കൂടുതൽ വാല്യൂ കാണിക്കണം. കാരണം നമ്മൾ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കസ്റ്റമറിന് ഓഫർ ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ഹാസ് ടു ബി ബെറ്റർ. ആ ഒരു വാല്യൂ കാണിച്ചാലേ ഈ കസ്റ്റമേഴ്സ് ഇക്കോസിസ്റ്റത്തിലുള്ള ഇത് ചൂസ് ചെയ്യുള്ളൂ. സോ ആ ഒരു ഫിലോസഫിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. ആ ഒരു ഇനിഷ്യൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, കസ്റ്റമർ അക്വിസിഷനെല്ലാം കഴിഞ്ഞു, ആ ഒരു സാധനം റണ്ണിങ് ആയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഫോക്കസ് ഈവൻ ടുഡേ ഇസ് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വാല്യൂ ആ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുക. അവരുടെ പേഷ്യൻസിനെ കൂട്ടുക, അല്ലെങ്കിൽ റവന്യൂ കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ഓപ്പറേഷൻസിലെത്തുക, അവരെ ഗ്രോ ചെയ്യാൻ സഹായിക്കുക. റൈറ്റ്, ഇതൊക്കെ അച്ചീവ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണ്, സർവീസസ് എന്താണ്, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് ബണ്ടിൽ ചെയ്ത് ഇതും കൂടെ ആഡ് ചെയ്ത് വിൽക്കുക. സോ ഒരു 7,000-8,000 ആനുവൽ റവന്യൂ ഉള്ള ഒരു കസ്റ്റമറിനെ എക്സ്പാൻഡ് ചെയ്ത് $45,000-50,000 ആനുവൽ റവന്യൂ ഉള്ള കസ്റ്റമർ ആക്കുക. പക്ഷെ അത് അഗെയിൻസ്റ്റ് ദാറ്റ് അത്രയും വാല്യൂ അവിടെ ജനറേറ്റ് ചെയ്യണം. സോ ഇപ്പോൾ CareStack പ്രാക്ടീസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് പുറമെ വി ഹാവ് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് പ്ലാറ്റ്ഫോം, വി ഹാവ് ലോയൽറ്റി മെമ്പർഷിപ്പ് പ്ലാറ്റ്ഫോം, വി ഹാവ് AI ബേസ്ഡ് ഫോൺ സിസ്റ്റം, വി ഹാവ് ഒരു റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് സർവീസ്, അവരുടെ ഇൻഷുറൻസ് ബില്ലിംഗ് ഫുള്ളായിട്ട് എടുക്കുക, എന്നിട്ട് അത് ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ്, ഒരു റിപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം, ഒരു ഇമേജിംഗ് സോഫ്റ്റ്വെയർ, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ആൻഡ് വേറെ കുറേ പ്രോഡക്ട്സ് നമ്മൾ പാർട്ട്ണർ ചെയ്തു.
ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. സോ ഒരു കസ്റ്റമറിന് ഉള്ള എല്ലാ ടെക്നോളജി നീഡ്സും ഈ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് സെർവ് ആവും. അപ്പോൾ കസ്റ്റമർ റിട്ടൻഷൻ ഹയറാണ്, കസ്റ്റമറിൻ്റെ വാല്യൂ ഹയറാണ്. ആകെ പ്രശ്നം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇഷ്യൂ വേറൊരു പ്രോഡക്റ്റിനെ കാനബിലൈസ് ചെയ്യരുത് എന്നുള്ളൊരു ഇഷ്യൂ. സോ അതാണ് ഇതിനകത്ത് ഉള്ളൊരു നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ ഷുഡ് നോട്ട് ആണോ നമ്മുടെ ഒരു പ്രോഡക്റ്റ്, ബിക്കോസ് ഇതെല്ലാം നമ്മളാണല്ലോ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല ഇതിൻ്റെ ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്യാൻ. കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഉള്ള ഒരു ഇഷ്യൂ വിൽ എഫക്റ്റ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡബിൾ എഡ്ജ് വേർഡ് ആണ്. ഒരു സൈഡിൽ കൂടുതൽ വാല്യൂ ജനറേറ്റ് ആവും, കൂടുതൽ റവന്യൂ ജനറേറ്റ് ആവും, ഹെൽപ്സ് വിത്ത് റിട്ടൻഷൻ, ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. മറ്റേ സൈഡിൽ എല്ലാം ഈക്വലി വാല്യൂ ജനറേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാത്ത സാധനങ്ങളായിരിക്കണം. കാരണം എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ എൻറ്റയർ സാധനം ത്രെറ്റൻഡ് ആണ്. റൈറ്റ്. സോ അപ്പോൾ ആ ഒരു ഫോക്കസ് നമുക്ക് വേണമായിരുന്നു. സോ അപ്പോൾ അങ്ങനെ നമുക്ക് നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള സാധനങ്ങളാണ് വി ഹവ് കൺസിസ്റ്റൻ്റ്ലി ഡെലിവേർഡ്. പക്ഷേ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നു, സ്റ്റിൽ റണ്ണിങ് ആണ് ഇപ്പോഴും. ഇപ്പോഴും നമ്മളുടെ ഫോക്കസ് ഇസ് ടു ഫിഗർ ഔട്ട് എന്താണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക. ഹൗ മോർ ക്യാൻ ഐ സോൾവ് പെയിൻസ് ഓഫ് കസ്റ്റമേഴ്സ്, വാട്ട് മോർ ക്യാൻ വി ഡു ടു റെഡ്യൂസ് ദാറ്റ്, ഹൗ ക്യാൻ വി ജനറേറ്റ് മോർ വാല്യൂ. ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി എല്ലാ ഫൗണ്ടേഴ്സും ഏത് ഫീച്ചർ ആഡ് ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. ബട്ട് ഐ തിങ്ക് യുവർ തിങ്കിങ് ഈസ് മോർ ഓഫ് ഏത് വാല്യൂ ഓപ്പൺ അപ്പ് ചെയ്യണം ഇൻ ഓർഡർ ടു. നമ്മുടെ എല്ലാ കോൺവെർസേഷൻസും സ്റ്റാർട്ട്സ് വിത്ത് എ പെയിൻ. യെസ്, റൈറ്റ്. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആണ് നമ്മൾ ഒരു സാധനം റിലീസ് ചെയ്യുന്നത്. ഒരു സാധനം റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റാൻഡമായിട്ട് ഐസൊലേഷനിൽ സാധനം ബിൽഡ് ചെയ്താൽ അത് സക്സസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് നമ്മുടെ തിയറി. യെസ്, ദാറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക് മോസ്റ്റ് ഓഫ് us make as well. Yeah. And talk about the team. How did you CareStack team എങ്ങനെ ബിൽഡ് ഔട്ട് ചെയ്തിട്ട്? I heard like lot of acquisitions as went on to mergers and acquisitions ഒക്കെ ഉണ്ടല്ലോ. How did that maybe first 100 employees then 1000 employees ഉണ്ടല്ലോ. How did that? ലാർജ്ലി ഓർഗാനിക് ആണ്. നമ്മൾ നമ്മുടെ ഏർലി ഇയേഴ്സ് 2015, 2016, 2017 എത്ര ആൾക്കാർ? നമ്മൾ എനിക്ക് 2016 ആയപ്പോഴത്തേക്കും ഒരു 100-150 ആൾക്കാർ ആയിരുന്നു. അവിടെ നിന്ന് ഓർഗാനിക്കലി ബിൽഡ് ചെയ്യായിരുന്നു. നമ്മൾ ഏർലി ഇയേഴ്സിൽ നമ്മൾ ഒത്തിരി ബെറ്റ്സ് ഫ്രഷേഴ്സിലിട്ടു. ഓക്കെ. സോ നമ്മൾ ഒരുപാട് ബെറ്റ്സ് നടന്നിരിക്കുന്നത് ഫ്രഷർ ടാലൻറ്റ്, യങ് ടാലൻറ്റ് ആൻഡ് സ്റ്റാർട്ടപ്പ് ടാലൻറ്റ്. അപ്പോൾ എനിക്ക് 2017 ടൈം ഫ്രെയിമിലൊക്കെ നമ്മൾ SV.co അവിടെ നിന്നുള്ള അക്വഹയറിങ് നമ്മളൊരു ടീമിനെ അക്വഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2 അക്വഹയറിങ്ങോളം നമ്മൾ ആ ഒരു ടൈമിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹാക്കത്തോൺസ് നടത്തുമായിരുന്നു, അതുവഴി ഹയർ ചെയ്യുമായിരുന്നു. ഒത്തിരി ഫ്രഷർ ഹയറിങ് കേരളത്തിൽ നാടുനീളെ പോയി എല്ലാ കോളേജസിലും പോയി ഹയർ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഹയർ ചെയ്ത ലോട്ട് ഓഫ് യങ് ടാലൻറ്റ് ഇന്ന് നമ്മളുടെ കോർ ടീം, ലീഡർഷിപ്പ് ടീമിലെല്ലാം ഉണ്ട്. റൈറ്റ്. സോ ആ ഒരു ഏർലി ബെറ്റ്സ് നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്തു. കാരണം ബാക്കി കമ്പനീസ് ഈ ഡിഗ്രി മാർക്സ് ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ നോക്കിയത് ആ യങ് പാഷനേറ്റ് ആയിട്ടുള്ള യങ് ടാലൻറ്റ്. മേ ബി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളവർ മേ ബി സ്റ്റാർട്ടപ്പ് ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് ആ ഒരു പാഷൻ കാണിക്കുന്ന ആൾക്കാരാണോ, അവർ സെൽഫ് ലേണിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, അഗ്രസീവ് ആണോ, അങ്ങനെയുള്ള ടാലൻറ്റിനെ നമ്മൾ നോക്കി ഹയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഹാസ് ബെനിഫിറ്റഡ് as well in the long term. ഏർലിയർ പിന്നെ ദാറ്റ് വാസ് ഓൾസോ ബെനിഫിറ്റഡ് വിത്ത് us കീപ്പിംഗ് കോസ്റ്റ് ലീൻ. അപ്പോൾ അന്ന് നമ്മൾ വളരെ ഫ്രൂഗലായിട്ടാണ് ഈ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ വി ഹാവ് എ ബിറ്റ് മോർ സ്പേസ്, കാരണം റവന്യൂ ഉണ്ട്, ഫണ്ടിങ് ഉണ്ട്. പക്ഷേ ഈവൻ വെൻ വി ഹാഡ് ഏർലി ഇൻവെസ്റ്റർ ഫണ്ടിങ്, നമ്മളിതിനെ മാക്സിമം ഫ്രൂഗലായിട്ടാണ് നമ്മൾ തുടക്കം മുതലേ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഓൾസോ ഹെൽപ്ഡ്. ആൻഡ് ഈ ജേർണിയിൽ ഐ ഹേർഡ് ലൈക്ക് ഓൾമോസ്റ്റ് റാൻ ഔട്ട് ഓഫ് മണി എന്നുള്ളത് ഫ്രം ബാബു പറഞ്ഞിരുന്നു പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഫ്രം? സോ ബാബു ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ട് ഫണ്ടിങ്ങിലാണ് വരുന്നത്. അതായത് ഞങ്ങളൊരു എൻറ്റയർ റൗണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞ് വി ലോസ്റ്റ് ഓൾ ദാറ്റ്, അതായത് ദാറ്റ് ഫണ്ടിങ് ഡ്രോപ്ഡ്. അപ്പോൾ അത് നടന്നില്ല. അതായത് ഫണ്ടിങ് കിട്ടിയില്ല, എമൗണ്ട് കിട്ടിയില്ല. ഒരു മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ എടുത്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ഉണ്ടായിരുന്നു. പക്ഷേ സംതിങ്സ് ഡിൻ വർക്ക് ഔട്ട്. അങ്ങനെ ഈ ഫുൾ ഡീല് പോയി. ഈ ഫുൾ ഡീല് പോയപ്പോൾ അന്ന് ബാബു ഓൾറെഡി ഇതുവഴി കമ്മിറ്റഡ് ആയിരുന്നു. ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പോയപ്പോൾ ബാബുവായിട്ട് ഉള്ള കണക്ഷൻ കൂടുതലും പേഴ്സണൽ ആയിരുന്നു. കാരണം എനിക്കൊന്ന് ബാബു എപ്പോഴും പറയാറുള്ളത് പോലെ ബാബു ഇസ് നോട്ട് എ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റർ. സോ ബാബു ഒരു വളരെ പേഴ്സണൽ ലെവലിലാണ് എപ്പോഴും വന്നിട്ടുള്ളത്, ഈവൻ ബിഫോർ ആൻഡ് ഈവൻ ടുഡേ. റൈറ്റ്.
അപ്പോൾ നമ്മളന്ന് ബാബുവിനെ ഹെൽപ്പിന് വിളിക്കുന്നു. ബാബു പൈസ ഇങ്ങനെ സാലറി കൊടുക്കാൻ പൈസ ഇല്ല, ഇനിയും നമുക്കൊരു ഫണ്ടിങ് റൗണ്ട് റേസ് ചെയ്യുന്നതിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇഫ് യു ഡിഡ്ന്റ് ഹാവ് എ ടീം ദെൻ ഇറ്റ് വുഡൻ വർക്ക്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ, എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ ഏർലി ഇൻവെസ്റ്റേഴ്സ് ബാബു, കാമത്ത്, ഇവരെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പേഴ്സണൽ ലെവലിലാണ്. അപ്പോൾ ബാബു അതേപോലെ തന്നെ പറഞ്ഞു, ഡോണ്ട് വറി, പൈസ അയച്ചു തരാം, ഇത് പേ യുവർ പീപ്പിൾ ഓൺ ടൈം. ആ ഒരു കാര്യം നമ്മൾ ഓൾവേസ് കെപ്റ്റ് ദാറ്റ് ആസ് എ കോർ പ്രിൻസിപ്പിൾ. വി ഓൾവേസ് പെയ്ഡ് പീപ്പിൾ ഓൺ ടൈം. എന്തൊക്കെ വന്നാലും ലീഡേഴ്സ് എയ്റ്റ് ലാസ്റ്റ്, പെയ്ഡ് പീപ്പിൾ ഓൺ ടൈം. അപ്പോൾ ഇതൊരു കോർ പ്രിൻസിപ്പിളായിരുന്നു. അപ്പോൾ അങ്ങനെ ബാബു പൈസ അയച്ചു തന്നു. എന്നിട്ട് നമ്മൾ ആ മാസം സാലറി മീറ്റ് ചെയ്തു. എന്നിട്ട് ബാക്കി ഇൻവെസ്റ്റേഴ്സുമായിട്ടും ഇത് ചെയ്ത് അന്ന് ദാറ്റ് വാസ് $3 million റൗണ്ട്. ബാക്കി 3 million റേസ് ചെയ്തു. വി ക്ലോസ് ദ റൗണ്ട്. സോ ഇത് 2016 ആയിരുന്നു. വേറെ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഇൻ CareStack ദാറ്റ് യു ഹാവ് ഇംപ്ലിമെൻറ്റഡ് വിച്ച് വർക്ക്ഡ് ഇൻ യുവർ ഫേവർ? ഒന്ന് ഇസ് ഓൾവേസ് അബൌട്ട് ഫോക്കസ്. ഓക്കെ, റൈറ്റ്. ഹൈ എമൗണ്ട് ഓഫ് ഫോക്കസ് വേണം നമ്മൾ ബിൽഡ് ചെയ്യുന്ന സാധനത്തിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് കസ്റ്റമറിൻ്റെ പെയിൻ സോൾവ് ചെയ്യുന്നതിലുള്ള ഫോക്കസ്, കസ്റ്റമർ ഒബ്സഷൻ എന്നുള്ളതാണ് അബിയുടെയും കീവേഡ്. റൈറ്റ്. ആ ഒരു കസ്റ്റമറിൻ്റെ ചുറ്റും ഒബ്സസ്ഡ് ആയിരിക്കണം. സോ കസ്റ്റമേഴ്സ് കം ഫസ്റ്റ്, എംപ്ലോയീസ് കം സെക്കൻഡ്, ദെൻ ഷെയർ ഹോൾഡേഴ്സ്. Right. So this is the triangle that we follow, right? യൂഷ്വലി തിരിച്ചാണല്ലോ, യൂഷ്വലി ഷെയർ ഹോൾഡറാണ് ഫസ്റ്റ് കൊണ്ടുവരിക. മേ ബി, റൈറ്റ്. ഓരോതിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കസ്റ്റമർ ഓൾവേസ് ഒബ്സസ്ഡ് വിത്ത് കസ്റ്റമേഴ്സ്, then shareholders, and then take care of employees, and then finally look at all the fiduciary responsibilities, right? ഈ ഒരു ട്രയാങ്കിൾ എപ്പോഴും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കസ്റ്റമർ ഒബ്സഷൻ ഭയങ്കര ഹൈ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് ആ കസ്റ്റമറിൻ്റെ പെയിൻ സോൾവ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമറിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സോ ദാറ്റ് ഇസ് വൺ പ്രോബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് വി ഹാവ് ഫോളോഡ്. ടെക്നോളജി ഇസ് എ മീൻസ് ടു എൻ എൻഡ്. അപ്പോൾ ഇതിനകത്ത് എത്ര ഫാൻസി ടെക്നോളജി എന്നുള്ളതല്ല, വാട്ട് എവർ യു ബിൽഡ് ഡസ് ഇറ്റ് സോൾവ് ദ പ്രോബ്ലം എന്നുള്ളതാണ്. റൈറ്റ്. ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഹാൻഡ്സ് ഓൺ ടാലൻറ്റ്. നമ്മുടെ ഫുൾ ടീം വളരെ ഹാൻഡ്സ് ഓൺ ആണ്. ഈ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ഹയറിങ് ഇസ് നോട്ട് ദെയർ ഫോർ CareStack. എല്ലാവരും ലീഡർഷിപ്പിലുള്ളവരാണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി ഹാൻഡ്സ് ഓൺ ആണ്. ഇപ്പം എൻ്റെ എഞ്ചിനീയറിംഗ് ടീമാണെങ്കിലും എല്ലാ എഞ്ചിനീയറിംഗ് ടീമും അതിൻ്റെ ലീഡർഷിപ്പും എല്ലാവരും ഹാൻഡ്സ് ഓൺ ആണ്. സോ ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് വി ഹാവ് ഫോളോഡ്, ഹാവ് വർക്ക്ഡ് വെൽ ഫോർ അസ്. ഈവൻ വെൻ കുറച്ച് MBAs പഠിച്ച ആൾക്കാർ ടീമിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ജോക്ക് സെഡ് വി ഡോണ്ട് ഹയർ ബിക്കോസ് ഓഫ് എൻ MBA, വി ഹയർ ഡിസ്പൈറ്റ് എൻ MBA. ഓക്കെ, റൈറ്റ്. കുഴപ്പമില്ല, MBA ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ബട്ട് ജോക്സ് സൈഡ്, ആ ഒരു ഹാൻഡ്സ് ഓൺ പ്രിൻസിപ്പിൾ നമ്മൾ ഓൾവേസ് കൂറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരു CareStackൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ലൈക്ക് അബി ഈസ് ദർ, ദെൻ ഹൗ ഡസ് ദാറ്റ് ടീം ലുക്ക് ലൈക്ക്? ഇപ്പോൾ CareStackന് ഇപ്പോൾ US, UK, ഓസ്ട്രേലിയ ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഒരു ലാർജ് ടീമുണ്ട്. അപ്പോൾ ഇത് ഫങ്ഷൻസ് വെച്ചിട്ടാണ്. വി ഹാവ് എ ഗുഡ് ടീം, എ ഗുഡ് ലീഡർഷിപ്പ് ടീം. ഒരു സെയിൽസ് ലീഡ് ചെയ്യുന്ന ഒരു ടീമുണ്ട്, ഒരു ലീഡേഴ്സ് ഉണ്ട്. ഇംപ്ലിമെൻറ്റേഷൻസ് ഓരോ കൺട്രീസിലും ലീഡ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് ഇന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യാൻ ഇവിടെ ഒരു ടീമുണ്ട്. ഈ ഓപ്പറേഷൻസ് ഞാൻ ലീഡ് ചെയ്യുന്നു. US വരുൺ ആണ് US ഓപ്പറേഷൻസ് ഫുൾ ലീഡ് ചെയ്യുന്നത്. സോ ഓരോ കൺട്രീസിലും അത് ഓൺ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ആൻഡ് എല്ലാ ലീഡേഴ്സും അത് ഓരോരുത്തരും അവരവരുടെ ബേബിയെ പോലെയാണ് അവരുടെ ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് പോകും. റൈറ്റ്. സോ ആ ഒരു ലീഡർഷിപ്പ് ടീം നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡും ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ ടോട്ടൽ ഓഫ് 130 million റേസ് ചെയ്തിട്ടുണ്ടല്ലോ. അതും ഡിഫറെൻറ്റ് റൗണ്ട്സ് ആയിട്ടാണ് റേസ് ചെയ്തത്. അപ്പോൾ ഓരോ റൗണ്ടിൽ എത്ര റേസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഡിസൈഡ് ചെയ്യുന്നത്? ഈവൻ റേസ് ചെയ്ത എമൗണ്ട് എവിടെ യൂസ് ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവം എങ്ങനെയാണ് അതിനെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓരോ ഫണ്ട് റേസിലും നമ്മൾ ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യണം. ഓക്കെ. അതൊരു ടൈം മൈൽ സ്റ്റോൺ ആയിരിക്കാം, അതൊരു റവന്യൂ മൈൽ സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത റേസ് ചെയ്യുന്ന റൗണ്ടിന് എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്തരം സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്ത് കുറച്ച് ഒരു ബഫറും കൊടുക്കണം. ഒരു ഫണ്ട് റേസ് ക്ലോസ് ചെയ്യാനുള്ള ടൈമും കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ടിപ്പിക്കലി ഒരു 18 months ആയിരുന്നു
നമ്മുടെ ഏർലി ഇയേഴ്സിൽ. ഓക്കെ, 18 months റൺവേക്ക് വേണ്ടിയാണ് ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അത് 18 months റൺവേ എന്നുള്ളതിനേക്കാളും ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ, ഈ റവന്യൂ റേറ്റ് എടുക്കാൻ ടിപ്പിക്കലി 10 months അല്ലെങ്കിൽ 12 months അല്ലെങ്കിൽ 13 months എടുത്തു. പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ട ഒരു ബഫർ ഒരു 5 to 6 months ആയിരുന്നു, റൈറ്റ്? സോ ആ ഗോൾസ് സെറ്റ് ചെയ്യണം. കാരണം ആ ഗോൾസ് തന്നെയാണ് നമ്മൾ ഈ റൗണ്ടിൽ റേസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനോട് കമ്മിറ്റ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഓരോ ഫണ്ട് റേസിലും നമുക്ക് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, സംതിങ് ദാറ്റ് വാസ് അക്സെപ്റ്റബിൾ ടു ദ ഇൻവെസ്റ്റേഴ്സ് ആസ് വെൽ. ആൻഡ് നമ്മൾ ആ ഗോളിന് അഗേൻസ്റ്റ് ആണ് റൺ ചെയ്തത്. അവിടെ നമ്മൾ ഈ ഗോളിന് അച്ചീവ് ചെയ്യാൻ എന്തായിരിക്കണം നമ്മുടെ ബഡ്ജറ്റ്, റൈറ്റ്? അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏർലി ഇയേഴ്സിൽ അത് കൂടുതലും പ്രോഡക്റ്റിലായിരിക്കും. പിന്നെ വരുമ്പോൾ അത് കൂടുതലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. ചില സമയം അത് ഓപ്പറേഷൻസിലായിരിക്കും, ചില സമയം ന്യൂ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും. ചില റൗണ്ട്സ് നമ്മൾ പ്യുവർലി M&A ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരിക്കും, വേറെ ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു പ്രൈമറി പാർട്ടായിരിക്കും, റൈറ്റ്? അപ്പോൾ പക്ഷേ ഇതെല്ലാം ഇതൊരു M&A ചെയ്യുന്നതാണെങ്കിലും ഈ സെയിൽസിൽ എക്സ്പാൻഡ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇവൻച്വലി നമ്മൾ ഈ കമ്മിറ്റ് ചെയ്യേണ്ട ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവൻച്വലി ബ്രേക്ക് ഇവനിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ബാക്കിലോട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ദ സെക്കൻഡ് തിങ് ഇസ്, നമ്മളീ പറയുന്ന പ്ലാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനറൽ സെൻസ് ഓഫ് ഡിറക്ഷനാണ്. വി പുട്ട് ഓൾ ദി ഇൻഫർമേഷൻ ദാറ്റ് വി ഹാവ്. നമുക്ക് ഇന്നറിയാവുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് വെച്ചിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ബിൽഡ് ചെയ്യും, ആസ് ഡീറ്റെയിൽഡ് ആസ് പോസിബിൾ, റൈറ്റ്? പക്ഷേ വി ഓൾസോ നോ അത് മാറാം. ഒരു സ്റ്റാർട്ടപ്പ് ഹാസ് ടു ബി നിമ്പിൾ, റൈറ്റ്? അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മാറണം. അത് അപ്പുറത്തെ സൈഡിൽ നമ്മളതിന് മാറാൻ റെഡി ആയിരിക്കണം, നിമ്പിളായിരിക്കണം. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അതിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. CareStackൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ ഓൺബോർഡ് വന്നിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരു പ്രീവിയസ് ഹിസ്റ്ററിയിൽ അവർ ഓൺടർപ്രണേഴ്സ് ആയിരുന്നു. അവർക്ക് അറിയാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ചിലർക്ക് ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സോ ഇവരെല്ലാവരും ഓൾവേസ് സപ്പോർട്ടീവ് ആയിരുന്നു. സോ നമുക്ക് ഒരു ഇൻവെസ്റ്റർ ചലഞ്ച് ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. ആൻഡ് വി ഹാഡ് ദ ഫ്ലെക്സിബിലിറ്റി. ഈ ഫണ്ട്സ് പ്രോപ്പർലി ഡിപ്ലോയ് ചെയ്ത് നമ്മൾ ഒരു അടുത്ത ഗോളിലെത്തുക, അവിടെ നിന്ന് വീണ്ടും ഫണ്ട് റേസ് ചെയ്യുക, വീണ്ടും അടുത്ത ഗോളിലോട്ട് എത്തുക. ആ ഒരു ട്രജക്ടറി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ ടാർഗറ്റും ഫൈനാൻഷ്യൽ ബഡ്ജറ്റും മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ IB എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ റൗണ്ടിലാണ് ഇൻവോൾവ് ആവുക സാധാരണ? അതായത് നമ്മളിപ്പോൾ ഓരോ റൗണ്ട് റേസ് ചെയ്യുമ്പോഴും IBക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ 2 അഡ്വാൻറ്റേജസ് കൊണ്ടുവരാം. ഒന്ന് ഇസ് ദാറ്റ് നമുക്കൊരു റൗണ്ട് റേസ് ചെയ്യണം, നമുക്ക് ഇൻവെസ്റ്റേഴ്സുമായിട്ട് കണക്റ്റ് വേണം. സ്വന്തമായിട്ട് പോയി ഈ ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആവില്ല എന്നുണ്ടെങ്കിൽ ഒരു IBക്ക് അവരുടെ തന്നെ ഒരു റൗണ്ട് ഓഫ് ഡിലിജൻസ് ചെയ്ത് അവർ തന്നെ ഇതെങ്ങനെ ഹൗ ബെസ്റ്റ് ടു പ്രസൻറ്റ് ഇറ്റ് എന്ന് ഫിഗർ ഔട്ട് ചെയ്ത് അവർ ക്വാളിഫൈഡ് ഉള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇത് പിച്ച് ചെയ്ത് ആ ഒരു പ്രോസസ്സിനെ ബെറ്റർ ആക്കും. അതാണ് ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, ആസ് എ സ്റ്റാർട്ടപ്പ് ഒരു റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ഡിലിജൻസ് ഇഷ്യൂസ് വരും. ഇതിനകത്ത് ലീഗൽ ഇഷ്യൂസ്, ലീഗൽ പേപ്പർ വർക്ക്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരും. നമ്മൾ ന്യൂ ആണ് ഇതിനകത്ത്, എസ്പെഷ്യലി ഏർലി റൗണ്ട്സ് ഓഫ് ഫണ്ടിങ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ 2017 ആദ്യമായിട്ട് ഒരു വെഞ്ചർ ക്യാപിറ്റൽ റൗണ്ട് ചെയ്യുന്നത്. അന്ന് ആക്സൽ ഇൻവെസ്റ്റഡ് ഇൻ അസ്. അപ്പോൾ അതുവരെ നമ്മൾ ഹാൻഡിൽ ചെയ്ത ലീഗൽ എഗ്രിമെൻറ്റ് പോലെയല്ല ഒരു വെഞ്ചർ ക്യാപിറ്റൽ വന്ന് ഇവിടെ അവരുടെ ലീഗൽ എഗ്രിമെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡിലിജൻസ് നടത്തുമ്പോൾ ഇവരുടെ ഡിലിജൻസ് നടന്നപ്പോഴത്തേക്കും ബിഗ് 4 നിന്നൊരു ടീം ഒരു 2 weeks ദേ വെയർ ഇൻ അവർ ഓഫീസ്, റൈറ്റ്? അപ്പോൾ ആ രീതിയിലാണ് വളരെ ഡീറ്റെയിൽ ഡിലിജൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനും നമുക്കൊരു IBയുടെ ഹെൽപ്പ് എടുക്കാൻ പറ്റും. കാരണം അവർക്കറിയാം എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാം, എന്താണ് അക്സെപ്റ്റബിൾ, ഏത് സൈഡിലെ ഫൗണ്ടേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് എവിടെയൊക്കെ പുഷ് ബാക്ക് ചെയ്യാം. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്കൊരു IBയുടെ ഹെൽപ്പ് വേണം. കാരണം അപ്പർ സൈഡിലുള്ള ഇൻവെസ്റ്ററിനെ യു ഹാവ് ടു ഹാവ് എ കോർഡിയൽ റിലേഷൻഷിപ്പ്. ഈവൻ ഈ ഒരു ഡിബേറ്റ്സ് ഇതെല്ലാം നടക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് നടക്കുമ്പോഴും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ബെറ്റ് ടുഗെദർ, റൈറ്റ്? അപ്പോൾ ആ ഒരു ഇത് മാനേജ് ചെയ്യാനും 2 സൈഡിൽ എക്സ്പെക്റ്റേഷൻസ് മാനേജ് ചെയ്ത് ഇത് കോർഡിയലായിട്ട് കൊണ്ടുപോകാനും ആ ഒരു IBയുടെ നല്ലൊരു IB ആണെങ്കിൽ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ഈ സെക്കൻഡ് കാറ്റഗറിയിലാണ് ഞങ്ങൾക്ക് കൂടുതലും ഹെൽപ്പ് കിട്ടിയിട്ടുള്ളത്. എസ്പെഷ്യലി ഈ
ഞങ്ങളുടെ ആദ്യത്തെ VC റൗണ്ടിൽ. പക്ഷേ പിന്നെ സബ്സിക്വൻറ്റ് റൗണ്ട്സ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നീഡ് വേണ്ടി വന്നില്ല. കാരണം കൂടുതലും ഇൻബൗണ്ട് ഇൻട്രസ്റ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ കൂടുതലും ഇൻവെസ്റ്റേഴ്സ് ഫ്രം സെയിം സെഗ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും, പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പ്രോസസ്സൊക്കെ ബെറ്റർ ആക്കി, നമ്മൾ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് ബെറ്റർ ആക്കി, അല്ലെങ്കിൽ ലീഗൽ മാനേജ് ചെയ്യുന്നത് ബെറ്റർ ആക്കി, ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു IBയുടെ നീഡ് അത്ര ഹൈ അല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ഫണ്ട് റേസിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട്സ് റേസ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിന് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു റിയലി വെൽ. Okay. Before we move to the operation side of things, one more question from the investor side. അപ്പോൾ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സ് ആണ് ഓൺ ബോർഡ് ആയിട്ടുള്ളത് കറൻ്റ്ലി പറയുകയാണെങ്കിൽ ഓവർ ദ ജേർണി? സോ നമ്മൾ ഏർലി ഏഞ്ചൽസ് ആയിട്ട് നമ്മുടെ കാമത്ത് ആൻഡ് ബാബു വേർ ആർ ഏർലി ഏഞ്ചൽസ്. പിന്നെ ദർ ആർ a few small investors as well. അതല്ലാതെ പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് പോയപ്പോഴത്തേക്കും ആക്സൽ, ഫിഡിലിറ്റിയുടെ F Prime and 8 Roots, പിന്നെ സ്റ്റെഡ് വ്യൂ എന്നൊരു ഫണ്ട് ഉണ്ടായിരുന്നു UK നിന്ന്. പിന്നെ കുറച്ച് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാർജസ്റ്റ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ സ്ട്രോമൻ, അവരൊരു സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ഡെൻറ്റൽ കൺസ്യൂമബിൾ ഇംപ്ലാന്റ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ദേ ഓൾസോ കീം ഓൺ ആൻഡ് ഇൻവെസ്റ്റഡ്. അതായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് റൗണ്ട്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാൻഡ കോഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവരുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എക്സ്ട്രീം ട്രാക്ഷനാണ് ലാസ്റ്റ് 1 year പോയിട്ടുള്ളത്. ഇവരുടെ കമ്പനി 10x ഗ്രോത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് GTM ടീം മൊത്തം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിൽസ്, SDR, ഗ്രോത്ത് മാർക്കറ്റിംഗ്, ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്നിങ്ങനെയുള്ള ഗ്രോത്ത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോളുകളിലേക്ക് ഇവർ നേരിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. മൊഹീമി എൻ്റെ ഫൗണ്ടർ തന്നെയാണ്, ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കമ്പനി എക്സ്ട്രീം ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ ടീമാണ്, ആ ടീമിൽ ഭാഗമാകാൻ പറ്റുകയാണെങ്കിൽ ഹ്യൂമൻസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെയുള്ള പല കമ്പനീസ് നേരിട്ട് KPH തന്നെ ഹയർ ചെയ്യാറുണ്ട്. ഇവരുടെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ചെക്ക് ദം ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ. ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷൻ റോൾ, അതാണല്ലോ അർജുൻ എക്സൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റോള് ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് കമ്പനീസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ആൻഡ് വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ ഇനീഷ്യൽ ഡേയ്സ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് റൈറ്റ് നൗ? ഇതൊരു വളരെ ഫ്ലൂയിഡ് റോളാണ്. കാരണം ഓപ്പറേഷൻസ് പറയുമ്പോൾ, അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ബാക്കി സോഫ്റ്റ്വെയറും പ്രോഡക്റ്റും സെയിൽസും എല്ലാം കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം. റൈറ്റ്. സോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ സ്പെസിഫിക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫൈനാൻസ്, ലീഗൽ, പാർട്ട്ണർഷിപ്സ്, പിന്നെ ന്യൂ റവന്യൂ ലൈൻസ് കണ്ടുപിടിക്കുക, വെൻഡർ റിലേഷൻസ്. അതായത് ഒരു പ്രോഡക്റ്റ് ഇസ് ബീങ് ബിൽഡ്, ആ പ്രോഡക്റ്റിൻ്റെ കസ്റ്റമർ അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഒരു ആ പ്രോഡക്റ്റ് ഇംപ്ലിമെൻ്റ് ആവണം, ആ പ്രോഡക്റ്റിലുള്ള റവന്യൂ ജനറേറ്റ് ആവണം, അവിടെ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഹാൻഡിൽ ആവണം. റൈറ്റ്. ഇതിനകത്തൊരു പ്രൊആക്റ്റീവ് ആംഗിളും ഉണ്ട്, റിയാക്റ്റീവ് ആംഗിളും ഉണ്ട്. റിയാക്റ്റീവ് ആംഗിൾ എന്തെങ്കിലുമൊക്കെ ലീഗൽ ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കസ്റ്റമർ ഇഷ്യൂസ് വരും, ഓർ ഇങ്ങനത്തെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. സോ എവറി ഡേ ഇസ് എ ന്യൂ ഫൈറ്റ്. റൈറ്റ്. HR ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇഷ്യൂസ്, ഇങ്ങനെ ഇതെല്ലാം വരാം. അപ്പോൾ നമ്മൾ ഓരോ വട്ടം ഒരു പുതിയ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും, വി സെറ്റ് എ പ്രോസസ് ഫോർ ദാറ്റ് ആൻഡ് മൂവ് ഓൺ. അപ്പോൾ അങ്ങനെ സിസ്റ്റം സ്കെയിൽ ആവും. ഓൺ ദി അതർ സൈഡ്, ഈ ഓപ്പറേഷൻസിനെ, നമ്മളുടെ ഗ്രോത്തിനെ ഫ്യൂവൽ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഹാസ് ടു ബി ദെയർ. കംപ്ലയൻസ് വൈസ്, അല്ലെങ്കിൽ പുതിയ റവന്യൂ ചാനൽസ് ഓപ്പൺ അപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ടീംസിനെ ബിൽഡ് ചെയ്യുക, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. സോ എവറിത്തിങ് ടു സപ്പോർട്ട് all of these growth has to be there. ഫണ്ട് റേസ്, mergers and acquisitions. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ഫ്യൂ M&As ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ്. സോ all of these things will come as part of finance. ഒരു വളരെ ഫ്ലൂയിഡായിട്ട് എന്ത് വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു റോൾ ആണ് ടിപ്പിക്കലി ഓപ്പറേഷൻസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അർജുന് കോഡർ ആയിരുന്നല്ലോ, പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷണൽ ഇതിലേക്ക് ഫിറ്റ് ആണെന്നുള്ളൊരു വെൻ വാസ് ദാറ്റ് റിയലൈസേഷൻ, ഓക്കെ യു കുഡ് മാനേജ് ഇറ്റ്, ആ ഒരു ഇതെപ്പോഴാണ് വന്നത്? ഈവൻ ഹൗ ടു തിങ്ക് ആസ് എ ഓപ്പറേഷൻ പേഴ്സൺ? അത് ചെയ്ത് വന്നതാണ് അതിനകത്ത്. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിലെ ബേസിക് റൂൾ ഇസ് ദാറ്റ് വാട്ട് എവർ യു ഹാവ് ടു ഡു.
റൈറ്റ്. അപ്പോൾ അന്നത് ചെയ്യാൻ വേറെ ആളില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചുറ്റും അത് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ. ഈവൻ കാം ഏർലി ഡേയ്സിൽ I was on a lot of phone calls with Kamath to understand how finance should work. When Kamath, an example, Kamath is a CFO of a education company, and his core background is being an engineer. Right. അപ്പോൾ ഇതിനകത്ത് as entrepreneurs we have to be very fluid and learn, understand, ഇംപ്ലിമെൻറ്റ്. ആ ഒരു സാധനം തന്നെയാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഒരു സ്പെസിഫിക് അതായത് കോർ ടീമിലുള്ള ആരും ഞാൻ ഈ സ്പെസിഫിക് ഫംഗ്ഷനേ ചെയ്യൂ എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല. wherever we want we pull up our sleeves and we get in. മേക്ക് സെൻസ്. നമ്മുടെ KPH കമ്മ്യൂണിറ്റിയിൽ ധാരാളം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ട് US സെല്ലാൻ വേണ്ടി. അങ്ങനെയുള്ള കേസുകളൊക്കെ എന്തൊക്കെ തരത്തിലുള്ള കംപ്ലയൻസ് ഇഷ്യൂസ് വരാറുണ്ട്? ആൻഡ് വാട്ട് ആർ സം ഓഫ് ദ മസ്റ്റ് ഹാവ്സ് ആൻഡ് ഓൾ തിങ്സ് യു ഹാവ് ഗോൺ ത്രൂ? ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. കോസ്റ്റ് ആർബിട്രാജ്, ടാലൻറ്റ് അവൈലബിലിറ്റി, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ്. സോ അവിടെ ദർ ഇസ് ഓൾവേസ് എൻ എഡ്ജ്. പക്ഷേ അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് ഇസ് ദാറ്റ് ഇന്ത്യ പോലൊരു മാർക്കറ്റ് ഒരു വളരെ കംപ്ലയൻസ് ഹെവി മാർക്കറ്റാണ്, അല്ലെങ്കിൽ കംപ്ലയൻസ് ഹെവി സെറ്റപ്പാണ്. റൈറ്റ്. ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോൾ വാട്ട് ഹാസ് ഹെൽപ്ഡ് ഇസ് യു ഹവ് ടു ലുക്ക് അറ്റ് ദ ഫ്യൂച്ചർ. എന്താണ് ഈ ഫ്യൂച്ചറിൽ നമ്മുടെ പ്ലാൻ? ഇത് ചെയ്യണമെങ്കിൽ എന്താണ് അതിന് വേണ്ട സെറ്റപ്പ് എന്ന് നമ്മൾ പ്രോബ്ലി ഒന്ന് ബാക്ക്വേർഡ് തിങ്ക് ചെയ്യണം. ഒരു US കമ്പനിയാണോ സെറ്റപ്പ് ചെയ്യേണ്ടി വരുന്നത്? ചിലപ്പോൾ US കമ്പനിയുടെ സബ്സിഡറി ആയിട്ട് ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കമ്പനി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ വേറെ പല കൺട്രീസിലും ഇതിൻ്റെ സബ്സിഡീസ് ഉണ്ടാവും. ഈ ഒരു സാധനം മനസ്സിലാക്കാനുള്ള ഈ ഒരു സാധനം പ്ലാൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, നോട്ട് ഈവൻ ഇൻ ദ ഡേ വൺ ആണെങ്കിലും ഡേ വൺ അല്ല, പ്രിഫറബിളി ആസ് ഏർലി ആസ് പോസിബിൾ. ഓക്കെ, കാരണം അങ്ങോട്ട് പോകുന്തോറും നമ്മളുടെ ബേർഡൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് സ്ഥലം എത്തിയിട്ട് പിന്നെ ഇത് തിരിച്ച് വാക്ക് ചെയ്യുന്നത് ഇസ് ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്. പക്ഷെ അതിനേക്കാളുപരി നമ്മളുടെ ഒരു ഓണ്ടർപ്രനറിയൽ ടൈം ലൂസ് ചെയ്യുകയാണ് ഈ ഒരു തലവേദനയിൽ. റൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, പക്ഷേ ഇത് ചെയ്താലേ നമുക്ക് ഫ്യൂച്ചറിൽ പെയിൻലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇത് പുറകോട്ട് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. എന്നിട്ട് അതിന് വേണ്ടിയുള്ള കംപ്ലയൻസ് അവിടെ നിന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഓക്കെ, അതായത് നമുക്കൊരു US പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് US ഇതിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് US അതോ US ജസ്റ്റ് ഒരു ഫസ്റ്റ് മാർക്കറ്റാണോ, ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. റൈറ്റ്. അവിടെ നമ്മൾ എത്തുന്നത് ഓക്കെ ഇതൊരു US ആണ് നമ്മുടെ പ്രൈമറി തിങ്. ഓക്കെ എന്ന് പറയുമ്പോൾ IP US ഹെൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ സാധനം എന്ന് വെച്ചാൽ US കമ്പനി റേസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സബ്സിഡറി ആയിരിക്കണം ഇവിടുത്തെ ഇന്ത്യൻ കമ്പനി. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴേ ഒരു US കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണം. റൈറ്റ്. ഈ US കമ്പനി ഓൺ ചെയ്യുന്നതിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കംപ്ലയൻസ് എല്ലാം ഫോളോ ചെയ്യണം. എന്നിട്ട് ആ US കമ്പനി ഇവിടുത്തെ ഇന്ത്യൻ കമ്പനി അക്വയർ ചെയ്യണം. ഈ ഒരു സെറ്റപ്പ് ആദ്യം മുതലേ ക്ലീൻ ആക്കി വെച്ചില്ല എങ്കിൽ ഫ്യൂച്ചറിലുള്ള റീവർക്ക് ഇസ് ടു പെയിൻഫുൾ. പക്ഷെ വൺസ് ദിസ് ഇസ് ഡൺ, പിന്നെ യു ക്യാൻ ഓൾമോസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ. ഇത് പ്രോപ്പർ സെറ്റ്. കാരണം ഇല്ലെങ്കിൽ ഒരു ഫണ്ട് റേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സിറ്റ് വരുമ്പോൾ ഇതെല്ലാം ഇഷ്യൂസായിട്ട് റേസപ്പ് ആവും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഏർലി ഫണ്ട് റേസ് സമയത്ത് ഇതിനകത്ത് ഈ ഒരു കംപ്ലയൻസ് ഡിലിജൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അന്ന് കുറേ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മളതെല്ലാം റെക്ടിഫൈ ചെയ്തു. അപ്പം നമ്മളതിനകത്ത് എടുക്കേണ്ട സ്റ്റെപ്സ് എല്ലാം എടുത്തു. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഡീപ്പായിട്ട് പോയി പഠിച്ചു. ഓക്കെ. ബിക്കോസ് ഐ റിമെമ്പർ ഒരു സമയത്ത് എനിക്ക് ഉറക്കത്തെ വിളിച്ചാൽ ഈ RBIയുടെ കുറേ റൂൾസ് ഞാൻ പറയുമായിരുന്നു. കാരണം നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 1-2 months ഇതിൻ്റെ പുറകെ തന്നെ നടക്കേണ്ടി വന്നു. എന്തായിരുന്നു ഇഷ്യൂ, ഇഫ് യു ക്യാൻ ഷെയർ? അല്ല, അതായത് ഒരു ഇന്ത്യ ഓണിങ് എ US സബ്സിഡറി, ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് ഇൻ US, ഇതിന് ചുറ്റും കുറേ ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കംപ്ലൈൻറ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ. റൈറ്റ്. അല്ലെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് നോക്കിയാൽ ഇറ്റ് മൈ നോട്ട് ബി ഈസി ഫോർ ഇന്ത്യൻ ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റ് ഇൻ എ US കമ്പനി വിത്തൗട്ട് മേക്കിംഗ് സർട്ടൻ ഫയലിങ്സ്, അല്ലെങ്കിൽ വിത്തൗട്ട് ഷോയിങ് പൈസ എവിടെ നിന്നാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെ. റൈറ്റ്. അപ്പോൾ അത് മാനേജിങ് റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സബ്സിഡറി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ ഇഷ്യൂസ് വരും. ഇപ്പോൾ ഒരു US കമ്പനി, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഇന്ത്യൻ കമ്പനിയിൽ
പലരും ഇന്ത്യൻ കമ്പനിയിൽ കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നമ്മൾ കുറച്ച് റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്തു, ഒരു സ്റ്റെപ്പ് എത്തി. ഇനി ഇത് നമുക്ക് US കമ്പനിയുടെ സബ്സിഡറി ആക്കണമെങ്കിൽ ഒന്ന് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോകണം, റൈറ്റ്? അവിടുത്തെ ക്യാപ് ടേബിൾ കൊണ്ടുപോകണം. എന്നിട്ട് ആ കമ്പനി ഈ ഇന്ത്യൻ കമ്പനിനെ അക്വയർ ചെയ്യണം. അവിടുത്തെ കമ്പനി ഇന്ത്യൻ കമ്പനിനെ അക്വയർ ചെയ്യുമ്പോൾ ഈ ഇന്ത്യൻ കമ്പനിക്ക് ഇടുന്ന വാല്യൂ മുഴുവനായിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം പോകണം. എന്നിട്ട് അവരതിന് ടാക്സ് അടയ്ക്കണം, റൈറ്റ്? അപ്പോൾ ഇതങ്ങോട്ട് പോകും തോറും ദിസ് ബിക്കംസ് എൻ എക്സ്പെൻസീവ് അഫെയർ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെയാണ് എത്താൻ പോകുന്നത് എന്നറിഞ്ഞ് ഇവിടെ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫ്രഷായിട്ട് തന്നെ അതിൻ്റെ സബ്സിഡറി ആക്കി RBIക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഫയൽ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചാൽ വി ടേക്ക് അവർ കംപ്ലയൻസ് ഹെഡേക്ക് അവേ, റൈറ്റ്? സോ ആൻഡ് അഗൈൻ ഒരു ഓണ്ടർപ്രണറിന് ഇതൊരു എക്സൈറ്റിംഗ് സാധനമായിരിക്കില്ല, ഇതൊരു പ്രയോറിറ്റി ആയിരിക്കില്ല. പക്ഷേ ഈ സാധനങ്ങൾ ചെയ്തില്ല എങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇസ് ജസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ലോസ്റ്റ് ഫ്രം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ ഹൈ ആണ്. യെസ്, കേരളത്തിൽ ഹെൽത്ത് കെയർ ഇന്ത്യയിൽ നമ്പർ 1 ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ US വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും വളരെ ഡിഫറെൻറ്റ് മോഡൽസ് ആണ്, റൈറ്റ്? കാരണം US ഹെൽത്ത് കെയർ വളരെ ഇൻഷുറൻസ് ഡോമിനേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറിലെ എല്ലാ പ്രോസസ്സും ഇൻഷുറൻസിന് ചുറ്റും ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രോസസ്സാണ്. ഈതർ മെഡിക്കെയർ, മെഡിക്കെയ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസസ് അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവരുടെ ഡ്രഗ് പ്രൈസസ് ആണെങ്കിലും കോസ്റ്റ് ഓഫ് കെയർ ആണെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കോസ്റ്റ്ലി ആണ്, ഭയങ്കര പ്രോസസ് ഡ്രിവൺ ആണ്, സ്ലോവർ ആണ്. കേരളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് കുറച്ചുകൂടെ ഇൻഫ്ലെക്സിബിൾ ആണ്. അവർക്കുള്ള പോളിസീസ് അങ്ങനെ തന്നെ നിൽക്കണം. അത് ഒരു എക്സ് എമൗണ്ട് ഓഫ് കപ്പാസിറ്റി ഉള്ളൂ എങ്കിൽ അടുത്ത ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, റൈറ്റ്? കേരളത്തിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കുറച്ചുകൂടെ ഹ്യൂമെയിൻ ആണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, ലെസ് ഓർഗനൈസ്ഡ് ആണ്. കാരണം ആ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ആവശ്യമില്ല. ആ ലെസ് ഓർഗനൈസേഷൻ്റെ കുറച്ച് ചലഞ്ചസ് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിലും നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് കേരളത്തിലുണ്ട്. പക്ഷേ അഫോർഡബിൾ ആണ്, കുറച്ചുകൂടെ ഹ്യൂമെയിൻ ആണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. സോ ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ആസ് എ പേഷ്യൻറ്റ് കേരള ഹെൽത്ത് കെയർ ഇസ് ഓൾവേസ് മൈൽസ് ബിയോണ്ട് US ഹെൽത്ത് കെയർ, റൈറ്റ്? പക്ഷേ US ഹെൽത്ത് കെയറിൻ്റെ ഗുണം അവർക്ക് അത്രയും ആ ഒരു ഓർഗനൈസേഷനും ആ ഒരു സ്ട്രക്ചറും ആ ഒരു പോളിസീസും ഉള്ളത് കൊണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്, ബട്ട് ഇറ്റ് ഓൾസോ ബിക്കംസ് ഒരു ഭയങ്കര കോസ്റ്റ്ലി, പിന്നെ വളരെ ഇൻഷുറൻസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഹെവി. ഈ ഇൻഷുറൻസ് ഇവിടുത്തെ കേരളത്തിലെ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് ഒന്നും പലതും കവർ ചെയ്യില്ലല്ലോ, അവിടെ പലതും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് യുവർ തോട്ട്സ് അറൗണ്ട് ദാറ്റ്? ഐ മീൻ ഈവൻ ഭാവിയിലാണെങ്കിലും ചിലപ്പോൾ ഈവൻ ഡെൻ്റലിന് വേണ്ടി ഇൻഷുറൻസ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ കവർ ചെയ്യാൻ ഒരു റിയാലിറ്റി എത്തുമോ? ഐ തിങ്ക് കേരളത്തിൽ തന്നെ ഡെൻ്റൽ ഇൻഷുറൻസ് പ്രോഡക്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആണോ? റൈറ്റ്. കാരണം ഇവിടെ നമ്മൾ ഇവിടുത്തെ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഇൻഷുറൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടുത്തെ ഇൻഷുറൻസ് കൂടുതലും വാങ്ങിക്കുന്നത് പേഷ്യൻസ് ആണ്, നമ്മളാണ്. 2, ഈ ഇൻഷുറൻസ് ഒരു ലിമിറ്റ് വരെ കവർ ചെയ്യുക എന്നുള്ളതാണ് ഫിലോസഫി. നമ്മൾ ആ ലിമിറ്റ് വാങ്ങിക്കുന്നു, ആ ലിമിറ്റ് വരെ കവർ ചെയ്യുന്നു, അതാണ് ഫിലോസഫി. US മെഡിക്കൽ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. ബോത്ത് മെഡിക്കൽ ആൻഡ് ഡെൻറ്റൽ ലാർജ്ലി എംപ്ലോയർ സ്പോൺസേർഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്. അപ്പോൾ എംപ്ലോയർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെ പ്ലാൻസ് കൊടുക്കാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതൊക്കെ കൊടുക്കാം എന്നുള്ളത്. ഡയറക്റ്റ്ലി ആൾക്കാർ പോയി ഇൻഷുറൻസ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്, റൈറ്റ്? അതൊന്ന്. 2, മെഡിക്കൽ ഇൻഷുറൻസിൽ US വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്ര ലിമിറ്റ് വരെ കവർ ചെയ്യാം എന്നുള്ളതല്ല. ടിപ്പിക്കലി നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യണം, ബാക്കി ഞങ്ങൾ കവർ ചെയ്തോളാം. ഫോർ ദ പേഷ്യൻസ് ഫീ ആയിട്ട്, പേഷ്യൻസ് ഫീ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫീസൊക്കെ പേ ചെയ്യണം, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഇന്ന കാര്യങ്ങൾ. പക്ഷേ ഞങ്ങൾ പറയുന്ന പ്രൈസസ് ഫോളോ ചെയ്യണം, ഞങ്ങൾ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകണം. അങ്ങനെയുണ്ട്. നെറ്റ്വർക്ക് എന്നൊക്കെ കോൺസെപ്റ്റ് ഉണ്ട്. ഇന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഞങ്ങൾ ഇത്ര കവർ ചെയ്യും, പക്ഷേ വേറെ ചില ഡോക്ടേഴ്സിൻ്റെ പോയി ഇത്ര കവർ ചെയ്യുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് US ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇൻഷുറൻസിന് ഒരു ഇൻഷുറൻസ്, എംപ്ലോയർ, ഡോക്ടർ, ഇത് തമ്മിലുള്ള ഒരു വളരെ നെറ്റ്വർക്ക് കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റെ കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ഒരു വളരെ ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. അഡ്വാൻറ്റേജസ് ആണെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിലും ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആസ് ഫാർ ആസ് എ പേഷ്യൻ്റ് ഇസ് കൺസേൺഡ്, റൈറ്റ്? അവിടെ നിന്ന് ക്ലെയിംസ് അപ്രൂവ് ചെയ്യാനുള്ള ടൈമും
അതിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനും വർക്കും എല്ലാം വളരെ ഹെവിയാണ്. ഓഹോ. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി മെഡിക്കൽ സപ്പോർട്ട് കമ്പനീസ് വരുന്നത്. ഇന്ത്യയിൽ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. തിങ്സ് ആർ മച്ച് മോർ സിംപ്ലർ. അപ്പോൾ ആസ് മേ ബി യു മേക്ക് മോർ മണി ഇൻ US ഹെൽത്ത് കെയർ, പക്ഷേ പേഷ്യൻസ് ഗെറ്റ് പ്രോബ്ലി ബെറ്റർ, ഈസിയർ കെയർ, നോട്ട് നെസസറിലി ബെറ്റർ, ബട്ട് ഈസിയർ ആക്സസ് ടു കെയർ ഡെഫിനറ്റ്ലി ഇൻ കേരള. ഡു യു തിങ്ക് CareStack സംഭവം US പോപ്പുലർ ആകുമ്പോൾ കേരളത്തിലേക്ക് ആൾക്കാർ സപ്ലൈ ചെയ്യാൻ പറ്റുമോ പേഷ്യൻസ്? CareStack ഐ തിങ്ക് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കോംപ്ലക്സിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാനാണ്. സോ മേ ബി കേരളത്തിൻ്റെ മാർക്കറ്റ് ഡസ് നോട്ട് റിയലി നീഡ് CareStack. അങ്ങനല്ല, ഓൾറെഡി യു ഹാവ് എ വെരി ഗുഡ് നെയിം ഇൻ US. Then you can pipeline people from there to Kerala. Okay. That's not our job. പക്ഷേ കേരളത്തിൽ നല്ലൊരു എമൗണ്ട് ഓഫ് മെഡിക്കൽ ടൂറിസം മാർക്കറ്റ് വരുന്നുണ്ട്. ഒത്തിരി US നിന്ന് സ്പെസിഫിക്കലി വരെ, കാരണം US നിന്ന് ഒത്തിരി ആൾക്കാർ സൗത്ത് അമേരിക്കയിലോട്ട് പോവുകയാണ്. പക്ഷേ നമ്മളുടെ കേരളത്തിൽ മെഡിക്കൽ ടൂറിസം ഇസ് എ വെരി എമേർജിങ് മാർക്കറ്റ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ ഒത്തിരി പേര് കേരളത്തിൽ വരാറുണ്ട്. ഐ തിങ്ക് ഈവൻ യൂറോപ്പ് ആൻഡ് UK is also started. But Middle East migration for Middle East travel for medical tourism is very popular. In Trivandrum, that I have seen that very common. In fact, a lot of hospitals have medical tourism desks to support that. Yeah, because for the money that you spend for a surgery, you can travel, do the surgery, spend 2 weeks, have a vacation, and then go back, and still you'll probably save money. Yeah. Right, and the quality of care is good, especially in Kerala. അപ്പോൾ ആ ഒരു ഇതിനകത്ത് കേരള, ദാറ്റ് മാർക്കറ്റ് ഇസ് എ വെരി എമേർജിംഗ് മാർക്കറ്റ് ആൻഡ് ഹാസ് ഗുഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ബ്രിങ്സ് ഇൻ ഫോറിൻ റവന്യൂ. ഐ തിങ്ക് ഓവറോൾ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ഫോർ ദി എക്കോണമി. വേറെ ഏതൊക്കെ മാർക്കറ്റ്സ് ഉണ്ട് ഇൻ കേരള യു തിങ്ക് യു ആർ വെരി ബുള്ളിഷ് ഓൺ? Pharmaceutical market overall in India is always improved, right? Especially companies that would export and serve other markets also. But kind of India pharma companies an advantage is that not just they can't sell in India, it's also that you can sell that outside, and you can manufacture it with that same quality without that much cost. Next thing I want to touch upon more is P&L and profit and loss. എങ്ങനെയാണ് ഓപ്പറേഷൻ റോളിൽ ഹാൻഡിൽ ചെയ്യുന്നത്? You can talk more about that. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കമ്പനി എസ്പെഷ്യലി ഇൻ ആർ മാർക്കറ്റ് നമ്മളൊരു ബ്രേക്ക് ഇവൻ എടുക്കാൻ ഒരു ലോങ്ങർ ടൈം ഫ്രെയിം എടുക്കും, റൈറ്റ്? അപ്പോൾ ഇതിനകത്തൊരു നേരത്തെ നമ്മൾ ഫണ്ട് റൈസിൻ്റെ സമയത്ത് സംസാരിച്ചതുപോലെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബഡ്ജറ്റ്. അപ്പോൾ വി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ബഡ്ജറ്റ്. അവിടെ നമ്മൾ ഓരോ ബഡ്ജറ്റിലെ ലൈനിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അസംഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യും. അതായത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാണ്. ഈ ടീമിൽ നിന്ന് എത്ര ആൾക്കാരെയാണ് വേണ്ടത്? ചില ടീംസ് ലീനിയർ ആയിരിക്കും. ലീനിയർ ആണെങ്കിൽ ഓക്കെ, കസ്റ്റമർ ഗ്രോത്ത് ഇങ്ങനെയാണ്, അതിൻ്റെ ഫോർമുല ഡ്രിവൺ ആയിട്ട് എങ്ങനെയാണ് ടീംസിനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ചില ടീംസ് ചിലത് കൂടുതലും ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. ഓക്കെ, എനിക്കറിയാം ഈ ഫസ്റ്റ് ഇയർ എനിക്ക് ഇന്ന ആൾക്കാരെയാണ് വേണ്ടത്, പക്ഷേ സെക്കൻഡ് ഇയർ എനിക്ക് ഇവിടെ ഒരു ലീഡർഷിപ്പ് ആളെ ഹയർ ചെയ്യേണ്ടി വരും. സോ ടു ദാറ്റ് ഗ്രാൻഡുലർ ലെവൽ നമ്മളിതിനെ ബഡ്ജറ്റ് ചെയ്യും, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ ട്രാവലിന് വേണ്ടി ഇത്ര സ്പെൻഡ് ചെയ്യേണ്ടി വരും, സോഫ്റ്റ്വെയറിന് വേണ്ടി ഇത്ര സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 30 ടാബ് എടുപ്പിച്ചിട്ടുണ്ട് വിത്ത് ഓൾ ദി അസംഷൻസ്. P&L ഒറ്റ ടാബേ ഉള്ളൂ, പക്ഷേ ഈ P&L സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു 25-30 ടാബ് വേണ്ടി വരും. പക്ഷേ അത് ഇവിടെ ഞങ്ങൾക്കുള്ള കോംപ്ലക്സിറ്റി കാരണമാണ്. ഈവൻ ഇഫ് ആ ഡീറ്റെയിലൂടെ പോയില്ല എങ്കിലും ഈ ഫുൾ അസംഷൻ ഡ്രിവൺ ആയിട്ട് ഉള്ള ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ നിന്ന് തിങ്സ് ആർ മച്ച് മോർ സിംപ്ലർ. ആ ഒരു ഇനിഷ്യൽ എഫേർട്ട് എടുത്താൽ പിന്നെ ഇറ്റ്സ് അബൌട്ട് ഓക്കെ, ഈ മേക്കിംഗ് ഷുവർ നമ്മൾ ഈ ഒരു അസംഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു അസംഷൻസ് ഫോളോ ചെയ്താൽ നമ്മൾ തിരിച്ച് ഈ P&L തന്നെ എത്തും. ഓൾ ഓഫ് ദാറ്റ് സെറ്റ് നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് ഡീവിയേഷൻസ് ഉണ്ടാവും. നമ്മുടെ പ്ലാൻസ് ചേഞ്ച് ആവും, ചിലപ്പോൾ കംപ്ലീറ്റ്ലി പിവറ്റ് ആവും. ദാറ്റ് ഈസ് ഓൾ ഓക്കെ, കാരണം നമുക്കിത് കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു ജനറൽ സെൻസ് ഓഫ് ഡയറക്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ വി ആർ ഇറ്റ്സ് ലൈക്ക് ഡ്രൈവിങ് എ കാർ ബ്ലൈൻഡ്. ഞങ്ങളുടെ ഇതിപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ് ആണല്ലോ, മേ ബി ഗോ ബാക്ക് ടു ദ ഇയർ 1 സ്റ്റേജ് ഓഫ് P&L. അതെങ്ങനെയായിരിക്കും? ആക്ച്വലി ഫ്രം ഇയർ 1 ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾവേസ് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിലേറ്റീവ് ഫിഗറേറ്റീവ് നമ്പറൊക്കെ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എക്സാമ്പിൾ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ സോറി ആ ഒരു നമ്പർ ഓക്കെ 10 lakh ആണ് എൻ്റെ ബഡ്ജറ്റ്. ഓക്കെ, അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ആർബിട്രറി നമ്പർ ഡിസൈഡ് ചെയ്യുകയാണല്ലോ. ബട്ട് അതിനേക്കാളും
നമ്മൾ ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടത് 6 ഡെവലപ്പേഴ്സിനെയാണ്. ഓക്കെ. റൈറ്റ്. അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ അടുത്ത 6 വർഷത്തേക്ക് അടുത്ത 6 മാസത്തേക്ക് എനിക്ക് വേണ്ടത് ഈ 6 ഡെവലപ്പേഴ്സിനെ. ഓക്കെ. 6 മാസം കഴിഞ്ഞാൽ 10 ഡെവലപ്പേഴ്സ് ആവും. ഇതിൻ്റെ കോസ്റ്റ് ഇടുക. റൈറ്റ്. എനിക്ക് ഈ എൻ്റെ കറണ്ട് ഓപ്പറേഷണൽ എക്സ്പെൻസസ് എത്രയാണ്, ഇതെല്ലാം വിൽ ഫൈനലി ടേക്ക് യു ടു ദാറ്റ് P&L. അപ്പോൾ P&L പറയും ഓക്കെ, ദാറ്റ് വിൽ ടെൽ യു യുവർ മന്ത്ലി എക്സ്പെൻസസ് 10 lakhs. Then you decide, can I afford 10 lakhs? If you can, well and good. Then if you can't afford 10 lakhs, then we go back and say, okay, എനിക്ക് 6 ഡെവലപ്പേഴ്സ് 5 ഡെവലപ്പർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഓഫീസ് സ്പേസ് എനിക്ക് ഇല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ then you come back to where you can afford, right? അപ്പോൾ നമ്മൾ ചെയ്തത് നമുക്ക് ഇന്ന ഗോൾസ് ഹിറ്റ് ചെയ്യണം ഇൻ ദിസ് ടൈം ഫ്രെയിം, റവന്യൂ വൈസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വൈസ് ഗോൾസ് ഹിറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ട അസംഷൻസ് എല്ലാം എന്താണ്, അത് ഫുൾ ലേ ഔട്ട് ചെയ്തു. അതൊരു P&L ആയി. കാരണം അതിനകത്ത് കോസ്റ്റും കൂടെ അറ്റാച്ച് ചെയ്താൽ അതൊരു P&L ആയി. റൈറ്റ്. നമുക്ക് റവന്യൂ ഉണ്ടെങ്കിൽ ആ ടൈമിലെ എത്ര കസ്റ്റമേഴ്സ്, എത്ര റവന്യൂ എന്നുള്ളതും അതിനകത്ത് റവന്യൂ ആയി. സോ ദാറ്റ്സ് പ്രാക്ടിക്കലി യുവർ ബേസിക് P&L. ഓക്കെ. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ നാളെ ഞാനിപ്പോൾ ഒരു CEOനെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് കണ്ടെത്താണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റിന് വേണം നോക്കണം ഇൻ ഓർഡർ ടു ഗെയിൻ കൈൻഡ് ഓഫ് സമൺ ലൈക്ക് യു? ഐ തിങ്ക് സം സ്കിൽ സെറ്റ് ഉണ്ടല്ലോ, എന്തായാലും ഒരു അനലിറ്റിക്കൽ / ന്യൂമറിക്കൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഓണസ്റ്റ്ലി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പല സാധനങ്ങളും ഇസ് നോട്ട് മൈ സ്കിൽ സെറ്റ്. ഓക്കെ. ഐ തിങ്ക് അതിനകത്ത് ഒത്തിരിയും പഠിച്ചിരിക്കുന്നതാണ് വിത്ത് ഹെൽപ്പ് ഫ്രം പീപ്പിൾ അറൗണ്ട്. റൈറ്റ്. മൈൻഡ് സെറ്റ്, യു ഹാഡ് എ ഗുഡ് മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ്. സോ ദാറ്റ് വാസ് മൈ പോയിന്റ്. ഐ തിങ്ക് അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഒരു കോഫൗണ്ടർ ഹയർ ചെയ്യുമ്പോഴും നമ്മൾ നോക്കുന്നത് എത്ര നന്നായിട്ട് കൂടി എന്നുള്ളതിനേക്കാളും ഹൗ വെൽ ദിസ് പേഴ്സൺ സിങ്സ് വിത്ത് യു. റൈറ്റ്. അപ്പം സോ ആ ഒരു എസ്പെഷ്യലി സീനിയർ ടാലൻറ്റിനെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോർ ടാലൻറ്റിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മളുമായിട്ടുള്ള അലൈൻമെൻറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ബാക്കി സ്കിൽസ് ആർ ലേണബിൾ to a certain extent. But still there can be some indications. ഇപ്പോൾ ചില ആൾക്കാർ സെയിൽസിന് പറയും എ ഗുഡ് അത്ലീറ്റ് മൈറ്റ് മേക്ക് എ ഗുഡ് സെയിൽസ്മാൻ പറയില്ല, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സം ഒബ്സർവേഷൻസ് യു ഹാവ് റെക്കഗ്നൈസ്ഡ്? Operationally, are you good with numbers? Okay. Are you are they very objective? ഇപ്പോൾ ഇതിനകത്ത് എൻ്റെയും അബിയുടെയും ഒരു റിലേഷൻഷിപ്പ് ഇസ് എ വെരി വെരി വിയർഡ് റിലേഷൻഷിപ്പ്. റൈറ്റ്. കാരണം അബി ഇസ് ഫുള്ളി ഓപ്പോസിറ്റ് ടു മീ. അബി ഇസ് എ പേഴ്സൺ ഹൂ റിയാലിറ്റി ഡിസ്റ്റോർട്ട്സ്. റിയാലിറ്റി ഡിസ്റ്റോർഷൻ ഫീൽ ഉണ്ടാവും. അത് കാരണം അബി ഇപ്പം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴും റിയാലിറ്റിയിലാണ്. ഓക്കെ. ഇവിടെ ഇതൊക്കെയാണ് നടക്കാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. അബി ഈസ് ഓൾവേസ് നോ, നമുക്ക് ഇത്രയും സാധനങ്ങൾ ചെയ്യാം. ആൻഡ് ദെൻ നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ടിലെത്തും. കാരണം അബിസ് ജോബ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഴ്സ് ജോബ്, ഡ്രീമേഴ്സ് ജോബ് ഇസ് ഓൾവേസ് ഒരു വളരെ വലിയ വിഷൻ, നോ മാറ്റർ ഹൗ അൺറിയലിസ്റ്റിക്. ആൻഡ് അതിലോട്ട് ഫുൾ ടീമിനെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലേ ആ ടീമിൽ ആക്ച്വലി എന്തൊക്കെ, പക്ഷെ അതർ സൈഡ് കുറച്ചുകൂടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം ഓൺ ഓക്കെ ഇതിനകത്ത് എന്താണ് ടു മച്ച് വേഴ്സസ് എന്താണ് നമുക്ക് ലെറ്റ്സ് ആക്ച്വലി ഗോ ആൻഡ് ട്രൈ. സോ യു ആർ ദ വൺ ഹു ഗിവ്സ് ദ റിയാലിറ്റി ചെക്ക്. റിയാലിറ്റി അതെ, അവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ വരുന്നൊക്കെ കൂടുതലും ഓപ്പറേഷണൽ ആൾക്കാരാണ്. സോ വി ട്രൈ ടു ബ്രിങ് ഇൻ മോർ റിയാലിറ്റി ഫോളോയിങ് ദാറ്റ് വിഷൻ. റൈറ്റ്. പക്ഷെ അവിടെ ഒരു ഡ്രീമർ ഉണ്ടാവണം ഹൂ ഇസ് സെപ്പറേറ്റ് ഫ്രം ഓപ്പറേഷൻസ്, ഹൂ ഇസ് നോട്ട് ഷാക്കിൾഡ് ബൈ ഓപ്പറേഷൻസ്. നല്ല കോമ്പിനേഷൻ ആക്ച്വലി. അതെ, എപ്പോഴും ആ ഒരു കോമ്പിനേഷനാണ് എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് യു ഹാവ് ടു ബി അഗ്രസീവ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ബി കെയർഫുൾ. റിസ്ക് മാനേജ് ആവണം. റൈറ്റ്. ചില സാധനങ്ങൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യണോ റിസ്ക് എടുക്കാതെ ചെയ്യണോ? റൈറ്റ്. സോ ഇസ് ഇറ്റ് വർത്ത് ദ റിസ്ക്? റൈറ്റ്. സോ ആ ഡിസിഷൻസ് ഒക്കെ കുറച്ചുകൂടെ മ്യൂച്വലി എടുക്കണം. ആ ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ വേണം. സോ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാനും, എന്നാൽ അത് കഴിഞ്ഞ് ഇറങ്ങി വി ബേസിക്കലി ഡിസൈഡ് ഓൺ വൺ തിങ് ആൻഡ് ദെൻ ഇറ്റ്സ് നോട്ട് മൈ ഡിസിഷൻ ഓർ യുവർ ഡിസിഷൻ, ഇറ്റ്സ് അവർ ഡിസിഷൻ. റൈറ്റ്. അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടിങ് ടീം ആയിരിക്കണം ഫോർ ദാറ്റ് റിലേഷൻഷിപ്പ് ടു ബി സക്സസ്ഫുൾ. പിന്നെ വേറൊരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആക്കണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല കമ്പനീസിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ജേർണി ഹാസ് ബീൻ ക്രൂഷ്യൽ ആസ് വെൽ, റൈറ്റ്? സോ ആ ഒരു M&A പ്രോസസ്സ് എങ്ങനെയാണ് ഇൻ CareStack ആസ് യു ലുക്ക് ഔട്ട് ഫോർ കമ്പനീസ് ഇൻ ആ ഒരു പ്രോസസ്സ്? നമ്മൾ 2 രീതിയിലാണ് ആക്ച്വലി 3 രീതിയിലാണ് ആ ഒരു M&A പോയിട്ടുള്ളത്. വൺ ഇസ് വെരി ബേസിക് സിമ്പിൾ അക്വയറിങ്,
അക്യുഹയറിങ് റൈറ്റ്. അപ്പോൾ അത് വളരെ ഏർലി ഡേയ്സിൽ നമ്മൾ എസ്പെഷ്യലി ഈ കോളേജ് സ്റ്റാർട്ടപ്പ് SV.co ആ ടൈമിൽ നമ്മൾ 2-3 ടീംസിനെ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇസ് വി അക്വയർഡ് കമ്പനീസ് ഫോർ ടെക്നോളജി, അക്വയർഡ് കമ്പനീസ് ഫോർ IP or ടെക്നോളജി. അങ്ങനെ ഒരിക്കലും ഒറ്റത്തവണ ചെയ്തിട്ടുള്ളൂ. ബട്ട് പ്രൈമറിലി നമ്മൾ പ്രൈമറി അക്വിസിഷൻസ് ആയിട്ട് പ്രോപ്പർ അക്വിസിഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇസ് വെൻ വി വോണ്ട് ദ ഫൗണ്ടിങ് ടീം. അല്ലെങ്കിൽ അപ്പോൾ അത് ഈതർ ബിക്കോസ് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം ബിൽഡ് ചെയ്താൽ നമുക്ക് ആ സ്കെയിൽ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പേസ് കിട്ടില്ല. സെക്കൻഡ്, വി നീഡ് ഓൺടർപ്രണേഴ്സ് ടു റൺ ഇറ്റ്. ആൻഡ് തേർഡ്, we might not even be able to do it, right? You need you need an expanded management bandwidth. അപ്പോൾ ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ ആ ഒരു ഫുൾ ബ്ലോൺ അക്വിസിഷൻസിലോട്ട് പോയിട്ടുള്ളത്. എത്ര ചെയ്തിട്ടുണ്ട്? So far we have completed about 5 acquisitions overall, or 4 acquisitions and 2 acquihires, right? അതിനകത്ത് ഈ അക്വഹയർ ചെയ്ത ഇപ്പം സ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളൊരു ടീമുണ്ട് കൊച്ചിയിൽ നിന്ന് തന്നെ. അവർ മിഡ്സിൽ പഠിച്ചിട്ട് അരവിന്ദ്, സേറ, വിവേക്. സോ അവർ മിഡ്സിലായിരുന്നു. ദേ ഹാഡ് എ സ്റ്റാർട്ടപ്പ് കോൾഡ് സേവ് യുവർ മണി, SV.co യുടെ ആ ഒരു ഞാനും ആ ബാച്ചായിരുന്നു ആക്ച്വലി. അവരുടെ ബാച്ചിലായിരുന്നു. അവരുടെ ബാച്ചായിരുന്നു. ഓക്കെ, ഞാൻ തൃശ്ശൂരുള്ള SV.co ബാച്ചായിരുന്നു. അവർ മിഡ്സായിരുന്നു. ഓക്കെ, സോ ആ സമയം ഇവരുടെ ഈ ഒരു ടീമിനെ നമ്മൾ മുഴുവനായിട്ട് അവർ കൊണ്ടുവന്നു. ദേ ആർ സ്റ്റിൽ വിത്ത് അസ്. അരവിന്ദ് ഇസ് ആക്ച്വലി ഇൻ US. ഞങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻസ് മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും അരവിന്ദാണ്. സേറ ഈസ് എ പ്രൊഡക്റ്റ് മാനേജർ, ഷീസ് ഇൻ US നൗ. വിവേക് ലീഡ്സ് എൻ എഞ്ചിനീയറിംഗ് ടീം ഔട്ട് ഓഫ് ട്രിവാൻഡ്രം. പക്ഷേ വിവേകം ഇടയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ദേ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ യങ് അഗ്രസീവ് ടാലൻറ്റ് കൊണ്ടുവന്ന് അവരെ ലോങ് ടേം വിഷൻ എന്ന് പറയുന്ന ആ ഒരു എക്സാമ്പിളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ നല്ല എക്സാമ്പിൾസ് ആയിരുന്നു ആ അക്വഹയറിങ്. ബട്ട് ദ കോർ acquisitions were primarily for based on the entrepreneurs. അപ്പോൾ completed an acquisition of this company called Webio in Trivandrum. കഴിഞ്ഞ വർഷം തൊട്ടുമ്പത്തെ വർഷം. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ they had a VoIP product for VoIP phone product for automobile. അപ്പോൾ നമുക്കൊരു വോയിസ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണമായിരുന്നു ഫോർ ഡെൻറ്റിസ്ട്രി, വിച്ച് ഇസ് AI enabled. സോ ആ ടൈമിൽ വി had 2 options. One is to build it ourselves, like organically ഒരു ടീം ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ we wanted to see if they want to come in and expand this, right? അങ്ങനെ we basically invited them. They joined part of the team. We acquired them. We gave all of their investors an exit and everything. But now they're part of they're core part of our team. Right? And they're that core team is expanding our product into US and UK. So they built a new product for us within CareStack, and and they are the ones who are leading that product. Product sales and that product expansion. Our entrepreneurs are leading it. But you're not just buying technology. You're really putting in a premium for the entrepreneur. And they're joining your team, right? And how do you retain them? I mean, that's a good question to ask as well, right? See, അവിടെ ഒരു റീറ്റൻഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലല്ല നമ്മൾ ഇതിനെ നോക്കുന്നത്. ഇസ് ദാറ്റ് see why would they want to join us? Is that they can do something at a certain scale. പക്ഷേ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും 10-20x ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് സാധനം റൺ ചെയ്യാനുള്ള ഓട്ടോണോമിയും കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഞാനാണ് ഓണ്ടർപ്രണർ എങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഐ ക്യാൻ ജോയിൻ ഫോഴ്സസ് വിത്ത് യു ആൻഡ് ഐ ക്യാൻ റിയലി ബിൽഡ് സംതിങ് അറ്റ് മച്ച് ലാർജർ സ്കെയിൽ. അപ്പോൾ ഒരു ഓണ്ടർപ്രണറിന് അതാണല്ലോ ഏറ്റവും എക്സൈറ്റിംഗ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രിസർവ് ചെയ്യുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ആ ഒരു നമ്മുടെ കോർ ഓണ്ടർപ്രണർ ടീമിനെ എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഒരു M&A അപ്രോച്ച് ചെയ്തിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ 2 M&As ഈ വർഷം ക്ലോസ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് യെറ്റ്. അപ്പോൾ ബട്ട് ബോത്ത് ഓഫ് ദം ആർ ഇൻ US. ബട്ട് ഇതിനകത്താണെങ്കിലും എല്ലാവരെയും ആ ഓണ്ടർപ്രണറിനെ നമ്മുടെ കോർ ടീമിൻ്റെ പാർട്ടാക്കുക. ആൻഡ്
നമ്മുടെ ടീംസ് എങ്ങനെയാണോ അവരുടെ ഫങ്ഷൻസിനെ നോക്കുന്നത് അതേ എമൗണ്ട് ഓഫ് അക്കൗണ്ടബിലിറ്റിയും അതേ എമൗണ്ട് ഓഫ് ഓണർഷിപ്പും ഇവർക്കും കൊടുക്കുക. അപ്പോൾ അവർക്കും ദിസ് ഇസ് ദെയർ ബേബി. യെസ്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നോ നമ്മളിതെല്ലാം പാർട്ട് ഓഫ് ദ വൺ സിംഗിൾ സിസ്റ്റം. അത് മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു റിട്ടൻഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നോക്കേണ്ടി വന്നിട്ടില്ല. ദേ ഹവ് they are part of the core team as always, and നമ്മുടെ core team always stays together. മേക്ക് സെൻസ്. ആൻഡ് വെൻ കംസ് ടു ഹയറിംഗ്, ഇപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് ബിൽഡ് ചെയ്യുന്നത്, ആൻഡ് ഹാവ് ഹേർഡ് പീപ്പിൾ കേരളത്തിൽ ടാലൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ഹൗ വാസ് ഇറ്റ് ലൈക്ക്? ആൻഡ് ആ ഒരു കേരള ട്രിവാൻഡ്രത്ത് നിന്ന് എങ്ങനെയാണ് ടാലൻറ്റിനെ പറ്റി പറയാൻ? ആൻഡ് വാട്ട് നീഡ്സ് ടു ബി ചേഞ്ച്ഡ് ആസ് വെൽ? Talent availability is always a challenge in Kerala because നമ്മുടെ ടാലൻറ്റ് പൂൾ സ്മോളറാണ്. ബാംഗ്ലൂർ പോലെ ഒരു ഇതിനേക്കാളും മച്ച് സ്മോളറാണ്. നമുക്ക് ഇടയ്ക്ക് ബാംഗ്ലൂരിൽ 2 വട്ടം നമ്മൾ ബാംഗ്ലൂർ എക്സ്പെരിമെൻ്റ് നടത്തി. വി സെറ്റപ്പ് ഓഫീസ് 2 വട്ടം നടത്തി. ആക്ച്വലി 3 വട്ടം നടത്തിയെന്ന് തോന്നുന്നു. 2 വട്ടം ഓഫീസ് ഇട്ടുള്ളൂ. പക്ഷേ വി ക്യാൻ ഹയർ ഈസിലി, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ എ ലോങ് ടേം ടീം. What does it differ from? Attrition is very high, cost is very high. പിന്നെ നമ്മൾ വെദർ US or UK or Australia ഇവിടെ എല്ലാ ആണെങ്കിലും India is not a back office for us. India is where the action happens. Entire product engineering leadership, entire operations or entire finance team, everything is led out of India. ഇപ്പോൾ US-ൽ എന്താ ഉള്ളത് ആക്ച്വലി? US-ൽ അല്ലെങ്കിൽ ഈ ഓരോ റെസ്പെക്റ്റീവ് ജോഗ്രഫീസിലും ആ ജോഗ്രഫീസിൽ മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ലൈക്ക് സെയിൽസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് കസ്റ്റമേഴ്സുമായിട്ട് ഫേസ് ടൈം വേണ്ട ഫങ്ഷൻസ്, അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് വേണ്ട ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഓൾവേസ് ഫങ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും നമ്മളിതിനകത്ത് കോസ്റ്റ് അല്ല ഡിസിഷൻ ഫാക്ടർ. ഇതിൻ്റെ ഡിസിഷൻ ഫാക്ടേഴ്സ് എവിടെയാണ് ആ ഫങ്ഷൻ ഏറ്റവും സ്കെയിലബിളി ബിൽഡ് ചെയ്യാൻ പറ്റുക. സോ ഇപ്പോൾ എനിക്ക് ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വളരെ വലിയ പൂൾ ഓഫ് ടാലൻ്റ് ഉണ്ട് ടു ബിൽഡ് എ ഗ്ലോബൽ ഫൈനാൻസ് ടീം ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ ഓൾ ജോഗ്രഫീസ്, റൈറ്റ്? സോ ഇവിടെ ആ ഒരു സ്കെയിലബിലിറ്റി ഹൈ ആണ്. എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് ടാലൻറ്റിൻ്റെ സ്കെയിലബിലിറ്റി ഹൈ ആണ് ആസ് ഒപ്പോസ് ടു ബിൽഡിംഗ് വൺ എഞ്ചിനീയറിംഗ് ടീം ഇൻ US or one in UK. അപ്പോൾ ദാറ്റ് ഹെൽപ്ഡ്, റൈറ്റ്? അപ്പോൾ ദോസ് ഫങ്ഷൻസ് ഇറ്റ് മേക്ക് സെൻസ് ഫോർ us to build in India. Those functions where it requires more experience being there, done that, അല്ലെങ്കിൽ requires more face time with customers. അങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് ആർ ഇൻ ദ റെസ്പെക്റ്റീവ് ജോഗ്രഫീസ്, റൈറ്റ്? സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആൾക്കാരും ട്രാവൽസ് എ ലോട്ട്, ആൻഡ് ബിക്കോസ് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ അവിടെയുള്ള ഫങ്ഷൻസിനെ എയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവ് ദേ ട്രാവൽ. ബട്ട് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ ഏർലിയർ, കേരളത്തിൽ ടാലൻറ്റ് ഹയറിങ്ങിന് ഇറ്റ് ഹാസ് ഇറ്റ്സ് ചലഞ്ചസ്. പക്ഷേ ഒരു ലോങ് ടേം വിൻഡോയിൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തതും കേരളത്തിൽ ബിൽഡ് ചെയ്തതും ഹാസ് റിയലി ഹെൽപ്ഡ് അസ്. കാരണം ഒരുപാട് ടാലൻറ്റ് ദാറ്റ് ഹസ് സ്റ്റേയ്ഡ് വിത്ത് അസ് ഫോർ എ ലോങ് ടൈം, ടാലൻറ്റ് ദാറ്റ് നമ്മൾ കോളേജസിൽ നിന്ന് പോയി ഹയർ ചെയ്ത് അവർ ബിൽഡപ്പ് ചെയ്തത്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിൽ ഒരു വളരെ അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി കേരള. ഐ വുഡൻ ഡു ബാംഗ്ലൂർ. കേരളത്തിൽ കിട്ടുന്ന ആ ഒരു ഹോം അഡ്വാൻറ്റേജ് വളരെ ഹൈ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അപ്പ് ഫ്രണ്ട് പെയിൻ ഉണ്ടായിരിക്കും കുറച്ച്, ബട്ട് ഇറ്റ്സ് എ വെരി ലോങ് ടേം പോസിറ്റീവ് ഗെയിം. എനിക്കൊന്ന് ക്വാളിറ്റി ഓഫ് ടാലൻറ്റ് ഓവർ ദി ഇയേഴ്സ് നല്ല ഇമ്പ്രൂവ് ആയിട്ട് ബെറ്റർ ആയിരുന്നു. കോണ്ടെക്സ്റ്റും ക്ലാരിറ്റിയും പ്രൊഡക്റ്റ് നോളജും കുറേ ആൾക്കാർക്ക് ഇത്തിരി ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് സർവീസ് കമ്പനീസ് മാത്രമുള്ള ഒരു സ്ഥലം എന്നുള്ളതിൽ നിന്ന് മാറി പ്രോഡക്റ്റ് ഹണ്ട് പോലുള്ള ഒരു KPH പോലുള്ളൊരു, കാരണം ആ ഒരു കമ്മ്യൂണിറ്റി ഇസ് എ വെരി പവർഫുൾ കമ്മ്യൂണിറ്റി. ഇറ്റ്സ് ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ സീ സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ ബാംഗ്ലൂർ. റൈറ്റ്? അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു കൾട്ടായി, റൈറ്റ്? അപ്പോൾ ഒത്തിരി നോളജ് ഉണ്ട്. ആൻഡ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് കൈൻഡ്സ് ഓഫ് ക്രിയേറ്റ്സ് മോർ പീപ്പിൾ, ബ്രിങ്സ് ഇൻ മോർ പീപ്പിൾ, റൈറ്റ്? ഈവൻ ഈ പോഡ്കാസ്റ്റ് മേ ബി കാണുന്ന ഒരു ഓഡിയൻസ് തന്നെ ക്യാൻ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് മോർ തിങ്സ്, ദെൻ ഈ ഡൊമൈനിലേക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ വരുമല്ലോ. ഡെഫിനറ്റ്ലി ആ ഒരു നോളജ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഇതൊരു ക്ലോസ്ഡ് എൻവയോൺമെൻ്റ് അല്ല. റൈറ്റ്? അപ്പോൾ ആ ഒരു രീതിയിൽ കേരളം ഹാസ് ചേഞ്ച്ഡ്. ഒരു ലാസ്റ്റ് 5-6 ഇയേഴ്സിൽ ഒത്തിരി ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് കേരളത്തിൽ ടാലൻ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഐ ഡോണ്ട് തിങ്ക് എനിബഡി വിൽ ടേക്ക്. കേരളത്തിൽ അത്യാവശ്യം ടാലൻ്റ് ഉണ്ട്. ബാംഗ്ലൂരിൽ പോലുള്ള ടാലൻറ്റ് വോളിയം കാണില്ല. കാരണം പക്ഷെ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത്രയും കമ്പനീസും അത്രയും സാധനങ്ങളോട് ഉള്ളതുകൊണ്ടാണ്. ഇഫ് യു ലുക്ക് അറ്റ് ദ സർവീസ്, അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് ഈക്വൽ തന്നെയായിരിക്കും അല്ലേ? ഫ്രം എ ഡെൻസിറ്റി പെർസ്പെക്റ്റീവ് ഈക്വൽ ആയിരിക്കും.
റൈറ്റ്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ടാലൻറ്റ് ഒത്തിരി തിരിച്ചു വരുന്നുണ്ട്. ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവിടെയുള്ള ഒത്തിരി മെട്രിക്സ് മച്ച് ഫാർ ബെറ്റർ ആണ്. റൈറ്റ്. അപ്പം പിന്നെ വൈ സ്റ്റാർട്ട് ഇൻ ബാംഗ്ലൂർ എസ് എ ക്വസ്റ്റ്യൻ. യെസ്, കം ടു കേരള. അടുത്ത് നമ്മൾ റാപ്പിഡ് റൗണ്ടാണ്. നമ്മൾ KPH ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ അർജുൻ വരുന്ന പറഞ്ഞപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബിഫോർ ദാറ്റ്, വാട്ട് ആർ സം ഓഫ് ദ ബുക്സ് ദാറ്റ് യു റീഡ് ആൻഡ് റെക്കമെൻഡ് ടു ദ ഓഡിയൻസ്? Hard Things About Hard Things. സൂപ്പർ ബുക്ക് അല്ലേ? Ben Horowitz. Extremely eye-opening ആണ്. I think every founder should really read it. Right. Maybe കുറേ പേർക്ക് അതൊരു വാലിഡേഷൻ തന്നെ കൊടുക്കും. Gold by ഇലിയായോ ഗോൾഡ്റാറ്റ്. ദാറ്റ് ഒരു ഓപ്പറേഷണൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെ ഓപ്പറേഷണൽ പ്രോസസ്സ് നോക്കണം, അതൊരു എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ഇതാണ്. Those are the two things that come to my mind. And what about podcast? Are you a fan of podcast? No, I'm not, honestly. KPH podcast കാണാറില്ല? ഇങ്ങനെ കാണുന്നു ഞാൻ. പക്ഷേ ഒന്നും ഡയറക്റ്റ്ലി അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ഇതില്ല. ഞാനൊരു ഡൂം സ്ക്രോളിങ്, എസ്പെഷ്യലി യൂട്യൂബ്. ബാക്കി ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഡൂം സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബാണ് ഡൂം സ്ക്രോൾ ചെയ്യുന്നത്. ബട്ട് I've seen this podcast. So what are your where do you get knowledge from? Do you have mentors or sort of things? എങ്ങനെയാണ് അതിൻ്റെ ഒരു see, honestly, the largest learning that we all have is by doing things, because we are experience. The advantage that we have is നമുക്ക് ഈ ഒരു ജേർണിയിൽ എല്ലാ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ വരും, നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ പഠിക്കും. സോ ആ ഒരു ഇതുണ്ട്. പക്ഷേ ആവശ്യത്തിന് സമയം അല്ലാതെ ലേണിങ്ങിനെ മാറ്റി വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വിച്ച് ഐ ഷുഡ്. പിന്നെ ചുറ്റുമുള്ള ആൾക്കാർ, റൈറ്റ്, സോ ഇൻവെസ്റ്റേഴ്സ് ഓർ പീപ്പിൾ ഹും വി വർക്ക് വിത്ത് ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് സോഴ്സ് ആണ്. Okay, one of the questions I got from, do you still write code? No, I don't. Yeah. Okay. I mean, you started as a programmer, right? I started as a programmer. ഇപ്പോൾ ചെയ്യാറില്ല, unfortunately. Do you have regrets? കുറച്ച് ഇപ്പോഴും. കാരണം എനിക്ക് ഒരു കോഡിങ് സാധനത്തിനകത്ത് I see myself getting slowly outdated. So തിരിച്ച് കയറണം എന്നുള്ളതാണ് eventually the goal. Yeah. So one of the questions, okay, what are your passions and how much time do you spend between India and US? Okay, actually, I think the answer to both of that is travel. So I travel a lot. I mean, passion, travel and food. Both of that are core passions. Okay. അപ്പോൾ ഞാൻ 2 months in US, 1 month in India, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് റൊട്ടേഷണൽ ഇതിലാണ്. ബിക്കോസ് 2 സ്ഥലത്തും ടീംസ് ഉണ്ട്, 2 സ്ഥലത്തും ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ആ ഒരു സൈക്കിളിൽ ഞങ്ങളെല്ലാവരും അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി സ്പെൻഡ് മോർ ടൈം ഇൻ US, പക്ഷേ still I'm in India for enough time. How long it does take to get the jet lag? ഇപ്പോൾ യൂസ് ടു ആയി ആക്ച്വലി. കാരണം ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കുറച്ച് ഉറക്കം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ എല്ലാം യൂസ് ടു ആയി. Then one was, how difficult was it hiring a team in Trivandrum? I think you answered it. Right? Then when did you realize that CareStack could become a large company, a large outcome? Maybe not on day one, I think. Maybe no, we still haven't realized it. Diplomatic answer. Come on. നമ്മൾ being in the day, and we still are trying, we are staying true to being a startup. So one of the questions was, when you drop out in the second year, how was your parents' reaction to that? Primarily my mother is very supportive. Because she understood everything that I was doing. She's a school teacher who values education extremely well. പക്ഷേ with college she understood what I was doing. She was very supportive. She still continues to be a major support for me, a pillar of support for me. Then how is it working with Abhi and other senior folks? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോളേജ് തുടങ്ങിയപ്പോൾ CEO and founder of the CareStack. സോ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ, കോളേജിൽ വെച്ച് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എപ്പോഴും people who are 11 years older than me and 13 years older than me. ഈ രണ്ട് ബാച്ചസിലാണ് എൻ്റെ ചുറ്റുമുള്ള എല്ലാ സർക്കിൾസും ഉള്ളത്. സോ അന്ന് മുതലേ I was very comfortable. I'm more comfortable working with that age bracket more than my age bracket. Okay, so Abhi is maybe 40s. Yeah, Abhi is
in I think 43, 44 right now, right? So very comfortable working with that, working with that age bracket. With Abhi brings in a very fresh perspective. നേരത്തെ പറഞ്ഞ ഒരു റിയാലിറ്റി ഡിസ്റ്റോർഷൻ ഹൈ ആയിട്ടുള്ള ഒരാളാണ്, വിച്ച് മീൻസ് യു ഗെറ്റ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഫാർ ബിയോണ്ട് where you are thinking, right? For example, give a context for the audience. Abhi in the build up on Abhi so that Abhi can also come on the show. Okay. How can I replace this entire function with something that is fully AI driven and automatic? Right now, is that for the place where that gets a revolutionary thought is that is not, that's not something that anybody has thought about before, right? Or no, that might not be possible. Okay. But what you're doing is, in that process of pushing, we might do some things that help us in the long term. Right? So figure that kind of a goal. Can I completely displace this industry, and can I completely eliminate the need for this industry, and just replace this with a product that serves? Without humans, just product. Yeah, without humans, right? So the thing is that നമ്മൾ റിയാലിറ്റിയിലെസ് ചെയ്യുമ്പോൾ ആരെങ്കിലും someone has to think about those things, which is creating pain with customers. So our kind of aggressive thoughts, and you don't need all your 10 experiments to succeed. You can fail 9, you can just have one success, and that is worth it. So അതിനുള്ള ആ ഒരു space for failure, but enough confidence to try out enough experiments and get at least one successful. Yeah, that's where Abhi's philosophies are very refreshing. Okay. Could you tell to the camera to invite Abhi to KPH podcast? No, Abhi, you should definitely come to KPH podcast. Yeah. Okay, Abhi, you have a seat here. Okay, come. Okay, so that comes with a set of questions from the community and rapid round. And one of the questions was AI. And I heard you are using Gemini as well, right? One of the tools that or AI use cases that can try out. I don't know. Personally, I use just like everybody, ChatGPT, Gemini, all of that stuff, right? പക്ഷേ see, with AI, we have a lot of functions that does require a significant amount of human intelligence, right? AI, in my opinion, is probably the most potential technology tool that we have at our disposal at this point, right? Maybe പക്ഷേ at each point of time we had something. I mean, sometimes there was robotics, sometimes there was, I remember we had some other technology, right? So at this point, AI is probably the most potential thing available. The problem is that not every solution answers AI. If we are seeing AI become a fad more than how it should be, because that is a means to an end. Every solution can't be solved by AI. There are some solutions. There are some problems. We always, our thought process always starts at a pain. There is a pain. I think there's a problem. What is the solution for that problem? Now, does that solution requires ഒരു AI thing to be implemented? ഇല്ലെങ്കിൽ വെറുതെ AI ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, റൈറ്റ്? അപ്പോൾ ഇത് AI സൊല്യൂഷനിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഐ തിങ്ക് ഒത്തിരി അത് ഫാഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒത്തിരി സ്റ്റാർട്ടപ്സ് ആവശ്യമില്ലാത്ത സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ടപ്സ് ആണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മൾ ഇതിനകത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ റീപ്ലേസ്മെൻറ്റ് വേണോ? എന്നാൽ ഇന്നത്തെ AI-യുടെ അഡ്വാൻസ്മെൻറ്റ് അത് ഹെൽപ്പ് ചെയ്യുമോ? ദെൻ യെസ്, ഓക്കെ, ആ പ്രോഡക്റ്റിൽ നമുക്ക് വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ്. നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നുണ്ടോ AI? സോ ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത ഈ ഒരു വോയിസ് പ്രോഡക്റ്റിൽ വോയിസ് സ്റ്റാക്ക് അതൊരു ഫോൺ പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാ കസ്റ്റമർ കോൾസും ഒരു ഡെന്റൽ പ്രാക്ടീസിലോട്ട് വരുന്ന എല്ലാ കസ്റ്റമർ കോൾസും ഈ AI അനലൈസ് ചെയ്യും. സോ ഫ്രം ദെയർ ഈ വരുന്ന കസ്റ്റമർ കോൾസിൽ നിന്ന് ഓട്ടോമാറ്റിക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് ഒരു അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പേഷ്യൻസാണ് ആക്ച്വലി പ്രാക്ടീസിൽ കൺവേർട്ടായി വരുന്നത്, ഏത് പേഷ്യൻസാണ് അപ്പോയിൻമെൻറ്റ്സിന് വരാത്തത്, എന്തുകൊണ്ടാണ്, വാട്ട് ആർ ദ റീസൺസ് വൈ സംതിങ് ഇസ് നോട്ട് ഹാപ്പനിങ്, പേഷ്യൻസിനുള്ള ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് എന്താണ്, ഏത് സ്റ്റാഫാണ്
പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, ഏത് കോൾസിൻ്റെ സ്കോറിങ് എങ്ങനെയാണ്. സോ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ലൈവ് ആണ്? ഇറ്റ്സ് ഓൾറെഡി ലൈവ്, റൈറ്റ്. അപ്പോൾ നമ്മൾ VBUനെ അക്വയർ ചെയ്ത് അവരുടെ ടീം ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തതാണ്. വി ഹാവ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് പേയിങ് കസ്റ്റമേഴ്സ്. It's doing really well, right? It's disrupting that industry to a certain extent. സോ അപ്പോൾ അവിടെ നമ്മൾ AI ബേസ്ഡ് ഫോൺ ചെയ്യണം എന്നുള്ളതല്ലായിരുന്നു നമ്മൾ അവിടുത്തെ ഇന്നത്തെ കറണ്ട് ട്രഡീഷണൽ ഫോൺ ലൈൻസ് ഹാഡ് ദീസ് ചലഞ്ചസ്. അവിടെ നിന്നുള്ള ഇൻസൈറ്റ്സ് ഓണേഴ്സിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒത്തിരി പേഷ്യൻ്റ് കോൾസ് മിസ്സാവുന്നു. ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഫോർവേഡായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് AI ആപ്ലിക്കേഷൻ വിൽ ഹെൽപ്പ് സോൾവ് ദീസ് പ്രോബ്ലംസ്. ഓക്കെ, ഗ്രേറ്റ്, റൈറ്റ്. സോ ദർ we built an involvement of AI. അല്ലെങ്കിൽ we recently launched an imaging system where we partnered with another company. In the press launch ഉണ്ടായിരുന്നു. That would use AI for analyzing radiographs on the teeth. On the teeth. And അതായത് ഇപ്പോൾ ഡോക്ടേഴ്സിനെ എയ്ഡ് ചെയ്യും, ഈ പേഷ്യൻറ്റിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് പ്ലോസിബിൾ ആണ്, അല്ലെങ്കിൽ this is already detected. So that will also help the patient see that. Patient will also see that, okay, doctor പറയുന്നത് മാത്രമല്ല, I also have a system that is telling me, right? പക്ഷേ ഇതിനെ completely, can you replace a clinician? No. Right? And you don't want it to. Yeah. Right? So പക്ഷേ അവിടെ ഒരു that intelligence can actually help aid this process to a certain extent. So AI is not an end all solution. It's a tool. Yes. That we should use when necessary, and ideally only when necessary. Yeah, makes sense. It's a good context as well. Okay, next question to ഈ KPH podcast വരുന്ന എല്ലാ ഗസ്റ്റിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് health, wealth and relationships. Okay. So how do you balance all these things? Not very well. But still health is a see, ഞങ്ങളുടെ ഒപ്പീനിയൻ work life balance is not a real thing. It's a work life integration. Okay. Right? Because if you don't like what you're doing, then it doesn't really make sense to have work which is majority of your life anyway. Right? അപ്പോൾ we manage work life along with personal lives together. അതിൻ്റെതായ വർക്ക്, given everything that we're doing, all of us, and I think I wouldn't even say just the management team, even a lot of our all of our team members will have challenges managing time and everything. But we all try to manage as much as we can. Try to take care of health as much as possible. ചില സമയത്ത് it doesn't work well, so it's a cycle. The question is, how do you manage it? Health, okay, do you work out, are you physically active ആയിട്ടുള്ള? So we honestly don't do enough. Okay. I don't move enough. Hope this podcast is a reason for that. Yeah. പക്ഷേ but try to go for, ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ I get to use the gyms wherever that is. So ചിലപ്പോൾ I get to work out there. എസ്പെഷ്യലി ഇപ്പോൾ US-ലാണെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ടെന്നീസ് കളിക്കാൻ പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ഫൺ ആക്ടിവിറ്റി. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റി. ആൻഡ് ദെൻ വി ഓൾസോ ഗെറ്റ് ടു ട്രാവൽ ടുഗെദർ. ഇപ്പോൾ എസ്പെഷ്യലി US ടീം ആകുമ്പോഴത്തേക്കും ലോങ് വീക്കെൻഡ്സ് വരുന്ന എന്തെങ്കിലും ചെയ്യണമല്ലോ, റൈറ്റ്? സോ വി ട്രാവൽ ടുഗെദർ, നാഷണൽ പാർക്സ് ഓർ സംതിങ് ഫൺ. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ ഗുഡ് ടീം ബോണ്ടിങ്. And wealth? Wealth, yeah, about that. Like how do you invest in stocks, mutual funds, or how are you managing your personal finance? Yeah, I mean coming from a finance background, I have a larger interest in that. Largely self-managed portfolios on stocks and everything long term, nothing short term. Everything long term, diversified across different mutual funds or different categories of instruments, right? Do you have a luxury car? Porsche? No, I drive a Polo. Okay. So, GTA Polo? We don't. GT. I bought it in 2020. Before they changed the 1.2 liter മാറ്റി 1 liter ആക്കിയപ്പോൾ ആ സമയത്ത് bought a Polo. We don't. Yeah. None of us are fans of luxury. Okay. But I think we are we like some creature comforts. But we are not like overspending on luxury or anything like that. And that's a culture that we have across CareStack.
Relationships and are you married, single, looking not- for the bride? You can tell the camera. No, not married. But I have a good set of friends around me. I have a good set of, You're especially married to with the work. CareStack. You're married. Married to work എന്ന് പറയാം. പക്ഷെ with everything that we're doing, we have a good ecosystem around us. അപ്പോൾ that helps. Awesome. Right, yeah. And I think that's a last 1 hour large conversation. I think this was really, really useful. And even I was like, correct notes it can't even I have to watch it again to take notes. And it's a really good podcast. And thank you for agreeing to do this episode. It means a lot. Thanks for having me. Yes. Any ending note to the viewers who are looking to start something as similar as CareStack in future from Kerala? Be very aggressive. Be very experimentative. Try to find who your end customer is and try to solve an actual pain for them. There's always value in that. It doesn't matter what technology you're using for it. It can be as simple as, it can be a service, it can be a product, doesn't matter. If you focus on solving pain, there's always good value to that. Awesome. That's it from Arjun. Thank you again. Thank you. Thank you, Arjun, for joining KPH podcast. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാൻഡ കോഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവരുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എക്സ്ട്രീം ട്രാക്ഷനാണ് ലാസ്റ്റ് 1 ഇയറിൽ പോയിട്ടുള്ളത്. ഇവരുടെ കമ്പനി 10x ഗ്രോത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് GTM ടീം മൊത്തം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിൽസ്, SDR, ഗ്രോത്ത് മാർക്കറ്റിംഗ്, ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്നിങ്ങനെയുള്ള ഗ്രോത്ത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോളുകളിലേക്ക് ഇവർ നേരിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. മൊഹീമി എൻ്റെ ഫൗണ്ടർ തന്നെയാണ്, ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കമ്പനി എക്സ്ട്രീം ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ ടീമാണ്, ആ ടീമിൽ ഭാഗമാകാൻ പറ്റുകയാണെങ്കിൽ ഹ്യൂമൻസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെയുള്ള പല കമ്പനീസ് നേരിട്ട് KPH തന്നെ ഹയർ ചെയ്യാറുണ്ട്. ഇവരുടെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷ്യൂർ യു ചെക്ക് ദം ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ.